ഐതിഹ്യമാല അധ്യായം 54. തേവല്ലശ്ശേരി നമ്പി. തേവല്ലശ്ശേരി നമ്പിയുടെ ഭവനം തിരുവിതാംകൂറിൽ പ്രസിദ്ധപ്പെട്ട ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ നിന്നും സ്വല്പം തെക്കുമാറിയായിരുന്നു. ഈ കുടുംബക്കാരെ തേവല്ലശ്ശേരി താൻ എന്നും പറഞ്ഞിരുന്നു. ഇവർ അമ്പലവാസി വർഗത്തിൽ ഉൾപ്പെട്ട ഒരു ജാതിക്കാരാണ്. ഇവർക്ക് പാരമ്പര്യമായിട്ടുള്ള കുലവിദ്യ മന്ത്രവാദമായിരുന്നു. ഇവരുടെ കുടുംബവകയായി ആറന്മുള വടക്കേക്കര നെടുംപ്രയാർ എന്ന ദേശത്ത് ഏതാനും സ്ഥാനവാസസ്തുക്കളും ഒരു കളരിയുമുണ്ട്. ആ കളരിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മൂർത്തി ഭദ്രകാളിയാണ്. തേവല്ലശ്ശേരി നമ്പിയുടെ ഗ്രഹത്തിലുണ്ടാകുന്ന പുരുഷന്മാരെല്ലാവരും ഉപനയനവും സമവർദ്ധാനവും കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഒരു വർഷക്കാലം ഭജിച്ച് പാർക്കുക മുമ്പിനാലെയുള്ള ഒരു പതിവാണിത്. അക്കാലത്താണ് അവർ മന്ത്രവാദം പഠിക്കുകയും മന്ത്രദീക്ഷ നിർവഹിക്കുകയും മന്ത്രസിദ്ധി വരുത്തുകയും പതിവ്. ആ കാലത്ത് അവരെ മന്ത്രവാദ ഗ്രന്ഥങ്ങൾ നോക്കിയിരുന്നതും പഠിപ്പിക്കുന്നതും ഉപദേശിക്കുന്നതിനും മറ്റുമായി ഗ്രഹത്തിൽ നിന്നും വയോവൃദ്ധന്മാരും വിദ്യാവൃദ്ധന്മാരുമായിട്ടുള്ളവരിൽ ഒരാൾ കൂടി അവിടെ ചെന്ന് പാർക്കുകയും പതിവാണ്. ഇങ്ങനെ ഒരു വർഷക്കാലം കഴിഞ്ഞതിന് ശേഷമേ അവർ മന്ത്രവാദം ചെയ്തു തുടങ്ങൂ. തേവല്ലശ്ശേരി കുടുംബത്തിൽ ഒടുവിൽ ശേഷിച്ചിരുന്ന ആളായ ദാമോദരൻ നമ്പിയെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുവാൻ ഭാവിക്കുന്നത്. ഇദ്ദേഹം നെടുംപ്രയാറ്റ് കളരിയിൽ വർഷഭജനവും മന്ത്രദീക്ഷയും നിക്കവിഘ്നം നിർവഹിക്കുകയും മന്ത്രസിദ്ധി വരുത്തുകയും മന്ത്രവാദം സംബന്ധിച്ച് മന്ത്രസാരം, യന്ത്രസാരം, പ്രപഞ്ചസാരം, പ്രയോഗസാരം, ശാരദാലികം മുതലായ അനേകം ഗ്രന്ഥങ്ങൾ നോക്കിപ്പഠിച്ച് ഹൃദ്യസ്ഥമാക്കുകയും പൂർവികന്മാരുടെ ഉപദേശവും അനുഗ്രഹവും വാങ്ങുകയും ചെയ്തിരുന്നത് കൂടാതെ സംസ്കൃത ഭാഷയിൽ അപാരമായ പാണ്ഡിത്യവും സമ്പാദിച്ചിരുന്നു. ഇദ്ദേഹം മന്ത്രവാദം സംബന്ധിച്ച് പ്രവർത്തിച്ചിട്ടുള്ള അത്ഭുത കർമ്മങ്ങൾക്ക് അവസാനമേയില്ല. അദ്ദേഹത്തിന്റെ പ്രസിദ്ധി ഭൂലോകത്തിൽ സർവത്ര പ്രസിച്ചിരുന്നു. ഐതിഹ്യമാല 2-ാം ഭാഗത്തിൽ 4 പിള്ളമാരെക്കുറിച്ച് വിവരിച്ചിട്ടുള്ള 12-ാം ഉപന്യാസത്തിൽ യോഗീശ്വരൻ രാമൻപിള്ളയുടെ ഭാര്യയെ ബാധിച്ചിരുന്ന ഗന്ധർവനെ ഒഴിച്ചതായി പറയപ്പെട്ടിരിക്കുന്ന തേവല്ലശ്ശേരി താൻ ഈ മഹാൻ തന്നെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതല്ലോ. ദാമോദരൻ നമ്പിയുടെ ജനനം 930-ാം ആണ്ടാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഇദ്ദേഹത്തിന് മന്ത്രവാദത്തിൽ മാത്രമല്ല വൈദ്യം, ഇന്ദ്രജാലം മുതലായവയിലും അസാമാന്യമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. ഇദ്ദേഹം നെടുംപ്രയാറ്റ് കളരിയിലെ വർഷഭജനം നിർവഹിച്ചതിന് ശേഷം 3 വർഷക്കാലം മൗനവ്രതമായി സ്വഗൃഹത്തിൽ നിലവറയിലിരുന്ന് ഭഗവതിയെ സേവിച്ചു. അക്കാലത്ത് അദ്ദേഹത്തിന്റെ കുളി 7.5 നാഴിക വെളുപ്പാൻ നേരവും അസ്തമിച്ച് 10 നാഴിക രാജന്നതിന് ശേഷവുമായിരുന്നു പതിവ്. ഈ 3 വർഷക്കാലത്തിനിടയ്ക്ക് അദ്ദേഹം സ്വന്തം ജ്യേഷ്ഠനെയും അമ്മയും അല്ലാതെ മറ്റാരെയും ദർശിക്കുക പോലും ഉണ്ടായിട്ടില്ല. ഈ 3 വർഷക്കാലം മൗനവ്രതാനുഷ്ഠാനം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം 41 ദിവസം ചെങ്ങന്നൂർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലും ഭജനം നടത്തി. ഇത്രയുമൊക്കെ സാധിച്ചതിന് ശേഷം 18-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മന്ത്രവാദം ചെയ്തു തുടങ്ങിയത്. ഈ തേവല്ലശ്ശേരി നമ്പി മന്ത്രവാദം ചെയ്തു തുടങ്ങിയ കാലത്ത് പരദേശത്ത് നിന്ന് ഒരു സ്ത്രീ അച്ചൻകോവിലിൽ വന്ന് ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ബാധയുടെ ഉപദ്രവം ഒഴിക്കുവാനായിട്ടാണ് അവർ അവിടെ വന്ന് ഭജനം തുടങ്ങിയത്. അവിടെ ഒരു വർഷക്കാലം ഭജിച്ചിട്ടും ബാധ ഒഴിഞ്ഞു പോകാതിരിക്കാൻ ആ സ്ത്രീയുടെ ഉടമസ്ഥൻ പിന്നെ മന്ത്രവാദികളെ അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ തേവല്ലശ്ശേരി നമ്പി വലിയ മന്ത്രവാദിയാണെന്നും അദ്ദേഹം ഏതു ബാധയെയും ഒഴിപ്പിക്കുമെന്നും മറ്റു ചിലർ പറഞ്ഞുകയാൽ അവർ ആ സ്ത്രീയെയും കൊണ്ട് ചെങ്ങന്നൂർക്ക് പുറപ്പെട്ടു. അവർ നമ്പിയെ കണ്ട് വിവരം പറഞ്ഞപ്പോൾ ആട്ടെ 12 ദിവസം ചെങ്ങന്നൂർ പടിഞ്ഞാറേ നടയിൽ ഭജനമിരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനാൽ ആ സ്ത്രീയെ പടിഞ്ഞാറ്റേ നടയിൽ കൊണ്ടുപോയി ഭജനമിരുത്തി. ഭജനമായി പാർത്ത 12 ദിവസവും ആ സ്ത്രീ സദാ ചിരിച്ചുകൊണ്ട് തന്നെ ഇരുന്നിരുന്നു. സന്ധ്യാസമയത്ത് നമ്പി പതിവായി തൊഴുവാൻ ചെല്ലുമ്പോൾ ആ സ്ത്രീ അദ്ദേഹത്തിന്റെ നേരെ നോക്കി കണ്ണുരുട്ടുകയും പതിവായിരുന്നു. 12-ാം ദിവസം സന്ധ്യയ്ക്ക് നമ്പി തൊഴുവാൻ ചെന്നപ്പോൾ ആ സ്ത്രീ പതിവിലധികം രൂക്ഷതയോടുകൂടി നമ്പിയുടെ നേരെ തുറച്ചു നോക്കുകയും വിശേഷിച്ച ചില ജോഷ്ടികൾ കാണിക്കുകയും ചെയ്തു. ഉടനെ നമ്പി ശാന്തിക്കാരനെ വിളിച്ച് ഇന്നിന്ന മന്ത്രങ്ങൾ കൊണ്ട് ഇനിയെത്ര ഒരു വീതം പുഷ്പാഞ്ജലി ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അത് കഴിയുമ്പോഴേക്കും ഞാനൊന്ന് പോയി വരുവാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. നമ്പി സ്വഗൃഹത്തിൽ ചെന്ന് നിലവറയിലിറങ്ങി ചില മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് അവിടെ 3.25 നാഴിക ഇരുന്നതിന് ശേഷം താൻ പതിവായി വെച്ച് പൂജിച്ചിരിക്കുന്ന ചൂരൽ വടിയും എടുത്തുകൊണ്ട് വീണ്ടും അമ്പലത്തിലെത്തി. നമ്പിയെ കണ്ടപ്പോൾ ആ സ്ത്രീ പിന്നെയും തുറച്ചു നോക്കുകയും ഗോഷ്ഠികൾ കാട്ടുകയും എന്താ വടി കൊണ്ടുവന്നിരിക്കുന്നത്, എന്നെ അടിക്കാമെന്ന് ഉദ്ദേശിച്ചായിരിക്കുമല്ലേ, എന്നാൽ അടി കൊള്ളുന്നതും ഓടുന്നതും ആരാണെന്ന് നമുക്കറിയാമെന്നും മറ്റും പറയുകയും ചെയ്തു. നമ്പി അതൊന്നും കണ്ടതായും കേട്ടതായും ഭാവിക്കാതെ അമ്പലത്തിനകത്തേക്ക് ചെന്നു. അപ്പോഴേക്കും പുഷ്പാഞ്ജലി കഴിഞ്ഞിരുന്നതിനാൽ പ്രസാദം വാങ്ങിക്കൊണ്ട് പുറത്തിറങ്ങി അമ്പലത്തിന് 3 പ്രദക്ഷിണം വെച്ച് പടിഞ്ഞാറേ നടയിലെത്തി.
ആ സ്ത്രീ അപ്പോഴും ഗോഷ്ഠികൾ കാട്ടുകയും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. നമ്പി പുഷ്പാഞ്ജലി പ്രസാദം ആ സ്ത്രീയുടെ ശിരസിലിട്ടിട്ട് ചൂരൽ വടി അവരുടെ കയ്യിൽ കൊടുത്തു. അവൾ തുള്ളിക്കൊണ്ട് ആ വടി വാങ്ങി തന്നെത്താൻ അടിക്കുവാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ, അയ്യോ ഞാൻ പൊയ്ക്കൊള്ളാമേ, എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ ചെയ്യരുതേ എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എനിക്ക് നിവൃത്തിയില്ലാതായിരിക്കുന്നു, അതിനാൽ ഞാൻ ഇനി ഒരിക്കലും ഈ ദേഹത്തെ ബാധിക്കുകയില്ല എന്ന് സത്യം ചെയ്ത് ഒഴിഞ്ഞു പൊയ്ക്കൊള്ളാമെന്ന് വിളിച്ചു പറഞ്ഞു തുടങ്ങി. ഉടനെ നമ്പി സത്യവാചകം പറഞ്ഞു കൊടുക്കുകയും ബാധ അപ്രകാരം സത്യം ചെയ്തു ഒഴിഞ്ഞു പോവുകയും സ്ത്രീ സ്വസ്ഥതയെ പ്രാപിക്കുകയും ചെയ്യും. ആ സ്ത്രീയുടെ ഭർത്താവ് അമ്പലത്തിൽ അനേകം വഴിപാടുകൾ നടത്തുകയും നമ്പിക്ക് പട്ടുകളും മുണ്ടുകളും പണവുമായി മറ്റ് അസംഖ്യം സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ട് സ്ത്രീയെ കൊണ്ട് പരിവാരസമേതം സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. നമ്പി പട്ടും പടവുമെല്ലാം ചെങ്ങന്നൂർ ഭഗവതിക്ക് വഴിപാടായി കാഴ്ചവെച്ചു. മുണ്ടു മാത്രം സ്വഗൃഹത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ മന്ത്രവാദം കഴിഞ്ഞപ്പോൾ നമ്പിയുടെ കീർത്തി പ്രദേശങ്ങളിലെല്ലാം പൂർവാധികം വ്യാപിച്ചു. മന്ത്രവാദം സംബന്ധിച്ച മോഹനം, സ്തംഭനം, ബന്ധനം, മാരണം, വിദ്വേഷണം, വശീകരണം, ആകർഷണം, ഉച്ചാടനം മുതലായ പ്രയോഗങ്ങളെല്ലാം നമ്പിക്കറിയാമായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തതായി ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് തീർച്ചയായും പറയാം. യക്ഷി, ഗന്ധർവൻ മുതലായവരെ വരുത്തി അദ്ദേഹം പലരെയും പ്രത്യക്ഷമാക്കി കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒന്നാന്തരം വൈദ്യനും അദ്വിതീയനുമായ വിഷവൈദ്യനുമായിരുന്നു. സിംഹവ്യാഘ്രാദികളായ ക്രൂരമൃഗങ്ങളെപ്പോലും ആജ്ഞാനുസരികളാക്കുന്നതിനുള്ള ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദാമോദരൻ നമ്പിയുടെ അത്ഭുത കർമ്മങ്ങൾക്ക് ഒരു കൈയും കണക്കുമില്ല. വന്യകളെക്കുറിച്ച് തീർച്ചപ്പെടുത്തിയപ്പെട്ടവരും വയോവൃദ്ധകളുമായ അനേകം സ്ത്രീകൾ നമ്പിയുടെ ചികിത്സയും മന്ത്രവാദികൾ കൊണ്ട് ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ട്. മരിച്ചവരെ ജീവിപ്പിച്ച് കുറച്ചു ദൂരം നടത്തുവാനും 2-3 വാക്കുകൾ സംസാരിപ്പിക്കുവാനും കൂടി അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ആകപ്പാടെ വിചാരിച്ചാൽ നമ്പി അമാനുഷ പ്രഭാവനായ ഒരു ദിവ്യനായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ടല്ലാതെ നമ്പി സ്വഗൃഹത്തിലെ നിലവറ വിട്ട് പുറത്തു പോകാറില്ല. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും രാവിലെ നെടുമ്പ്രയാറ്റ് കളരിയിൽ പോയി വന്ദിക്കുകയും പ്രതിദിനം കാലത്തും വൈകുന്നേരവും ചെങ്ങന്നൂർ പടിഞ്ഞാറേ നടയിൽ ചെന്ന് തൊഴുകയും അദ്ദേഹം ആജീവനാന്തം പതിവായി നടത്തിയിരുന്നു. മന്ത്രവാദത്തിനും മറ്റുമായി ദൂരസ്ഥലങ്ങളിൽ പോയാലും ഈ പതിവ് അദ്ദേഹം മുടക്കാറില്ല. 8-10 ദിവസത്തെ വഴിക്കപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ പോയി അദ്ദേഹം 10-15 ദിവസം വീതം ചിലപ്പോൾ താമസിക്കാറുണ്ട്. അക്കാലങ്ങളിൽ ചൊവ്വാഴ്ച, വെള്ളിയാഴ്ചയിലും രാവിലെ കളരിയിലും കാലത്ത് വൈകുന്നേരവും ചെങ്ങന്നൂർ പടിഞ്ഞാറേ നടയിലും അദ്ദേഹത്തെ പതിവായി കണ്ടിരുന്നു. ഇത് സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ലാത്ത കാര്യമാണല്ലോ. മുൻകാലങ്ങളിൽ അടയ്ക്ക കൗങ്ങിന്മേൽ പഴുത്തു നിന്നാൽ സർക്കാരിലേക്ക് പറപ്പിച്ചു കൊടുക്കുകയല്ലാതെ കുട്ടികളെ പറിച്ചെടുത്തുകൂടാ എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. ഒരിക്കൽ നമ്പിയുടെ പുരയിടത്തിൽ വളരെ അടയ്ക്ക പഴുത്തു നിൽക്കുന്നതായി അറിഞ്ഞ പാർവതിക്കാർ, മുന്നിലാരക്കാർ, ചേരുമാനക്കാരൻ മുതലായ പഴുക്ക പറിപ്പിക്കുന്നതിനായി അവിടെ ചെന്നു. കൗങ്ങിന്മേൽ കയറുന്നതിന് വേറെ ആരെയും കിട്ടായികയാൽ ചേരുമാനക്കാരൻ തന്നെ കയറി തുടങ്ങി. അപ്പോൾ നമ്പി നിലവറയിൽ തേവാരം കഴിഞ്ഞിരിക്കുകയായിരുന്നു. അതിനാൽ നമ്പിയുടെ അമ്മ നിലവറ വാതിക്കൽ ചെന്ന്, നമ്മുടെ പഴുക്കപ്പായ എല്ലാം പറിച്ചുകൊണ്ടു പോകുവാൻ സർക്കാർ ആളുകൾ വന്നിരിക്കുന്നു, ചേരുമാനക്കാരൻ അടയ്ക്കാമരത്തിന്മേൽ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട് നമ്പി ഒരു തിരിയും കൊളുത്തി നെയ്യും എടുത്തൊരു കിണ്ടി വെള്ളവും കൊണ്ട് നിലവറയ്ക്ക് പുറത്തു വന്നു. നടുമുറ്റത്തിറങ്ങി തിരി മേൽപോട്ടെറിയുകയും വെള്ളം നടുമുറ്റത്തൊഴിക്കുകയും ചെയ്തിട്ട് അമ്മയോട്, അവർ കയറുകയോ ഇറങ്ങുകയോ എന്തെങ്കിലും ചെയ്യട്ടെ, അമ്മ സ്വസ്ഥമായിരിക്കണം, നമുക്കുള്ളതൊന്നും ആരും കൊണ്ടുപോവുകയില്ല എന്ന് പറയുകയും പിന്നെയും നിലവറയിൽ തന്നെ പോയി ഇരിക്കുകയും ചെയ്തു. ചേരുമാനക്കാരൻ അടയ്ക്കാമരത്തിന്റെ മധ്യത്തിലായപ്പോൾ അതിന്റെ അഗ്രഭാഗത്ത് തീ കത്തുന്നു. കണ്ടു ഭയപ്പെട്ട് കീഴ്പോട്ടിറങ്ങി തുടങ്ങി. അപ്പോൾ അടിയിൽ വെള്ളം പൊങ്ങി വരുന്നത് കണ്ടു. വെള്ളത്തിലിറങ്ങിയാൽ നീന്തി എവിടെയെങ്കിലും ചെന്ന് രക്ഷ പ്രാപിക്കാമെന്ന് വിചാരിച്ച് കീഴ്പോട്ട് തന്നെ ഇറങ്ങി നിലത്ത് വീണപ്പോൾ മുകളിൽ തീയും താഴെ വെള്ളവും കാണുവാനില്ലായിരുന്നു. ഇത് നമ്പിയുടെ ജാലവിദ്യ കൊണ്ട് തന്നെ വെറുതെ തോന്നിയതാണ്. പഴുക്കാക്കുല പറിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞ് അയാൾ പിന്നെയും കയറി തുടങ്ങി. അപ്പോഴും യഥാപൂർവം മുകളിൽ തെറ്റുകയും താഴെ വെള്ളം പൊങ്ങി വരുന്നതും കണ്ട് അയാൾ പിന്നെയും താഴെ ഇറങ്ങി. ഇങ്ങനെ 4-5 പ്രാവശ്യം കയറുകയും ഇറങ്ങുകയും ചെയ്തിട്ട് ഒടുക്കം ആശാന്റെ, അതായത് ആ ദിക്കുകളിൽ നമ്പിയെ ആശാൻ എന്നാണ് പറഞ്ഞു വന്നിരുന്നത്, ആശാന്റെ പഴുക്ക നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ മടങ്ങിപ്പോയി. അതിൽ പിന്നെ പഴുക്ക പറിക്കുവാൻ അവിടെ ആരും ചെല്ലാറില്ല. പണ്ട് റാന്നി കർത്താവ് ദേശാധിപത്യമുള്ള ഒരു ഇടപ്രഭുവായിരുന്നു. ആ ദേശത്ത് കുഴിയിൽ വീഴുന്ന ആനകളുടെ ഉടമസ്ഥാവകാശം കർത്താവിനായിരുന്നു. അതിനാൽ കർത്താവ് തൻ്റെ മലകളിൽ ആനക്കുഴികൾ ഉണ്ടാക്കിയിരിക്കും. ആനകളെ പിടിക്കുകയും പതിവായിരുന്നു. ഒരാണ്ടിൽ ആനകൾ കുഴിയിൽ വീഴേണ്ടിയിരുന്ന സ്ഥലത്ത് വീഴാതിരുന്നതിനാൽ അതിൻ്റെ കാരണം അറിയുന്നതിനായി കർത്താവ് പ്രശ്നം വെപ്പിച്ച് നോക്കിച്ചു. അപ്പോൾ അച്ചൻകോവിൽ ശാസ്താവിൻ്റെ വിരോധം കൊണ്ടാണ് ആന കുഴിയിൽ വീഴാത്തതെന്ന് പ്രശ്നക്കാരൻ വിധിച്ചു. ഈ വിരോധം തീരുന്നതിന് ചില പ്രതിവിധികൾ നിശ്ചയിച്ച് അയാൾ ഒരു ചാർത്തും എഴുതി കൊടുത്തു. ആ ചാർത്തിൻ പ്രകാരമുള്ള പ്രതിവിധികളെല്ലാം ചെയ്തിട്ട് ആ ആണ്ടിൽ ആനകളെ പിടിക്കുന്ന കാര്യം അസാധ്യമായിരുന്നതിനാൽ കർത്താവിന് വളരെ മനസ്താപവും ഉണ്ടായി.
അങ്ങനെ ഇരിക്കുന്ന കാലത്ത് സമീപം ഒരു സ്ഥലത്ത് ഒരു മന്ത്രവാദത്തിനായി തേവല്ലശ്ശേരി നമ്പി വന്നിട്ടുണ്ടെന്ന് കേട്ട് കർത്താവും അവിടെ ചെന്ന് നമ്പിയെ കണ്ട് വിവരമെല്ലാം പറഞ്ഞു. അപ്പോൾ നമ്പി, ഇതിനെക്കുറിച്ച് ഒട്ടും കുണ്ഠിതം വേണ്ട, കാര്യം ഞാൻ സാധിപ്പിച്ചു തന്നുകൊള്ളാം. അങ്ങയ്ക്കോ 9 കഴുകുകളല്ലേ വേണ്ടത്? അവയിലെല്ലാം ഇന്ന് രാത്രിയിൽ തന്നെ ആന വീഴും. നാളെ രാവിലെ ചെന്ന് നോക്കിയാൽ കാണാമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് കർത്താവിന് നല്ല വിശ്വാസമായില്ല. അച്ചൻകോവിൽ ശാസ്താവിന്റെ വിരോധവും നമ്പിയുടെ ഈ വാക്കും കൊണ്ട് തീരുമോ എന്ന് സംശയിച്ചുകൊണ്ട് കർത്താവ് പോയി അത്താഴം കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ കർത്താവ് നല്ല വിശ്വാസത്തോടു കൂടി അല്ലെങ്കിലും മലയിൽ ചെന്ന് കുഴികളിൽ നോക്കിയപ്പോൾ 9 കുഴികളിലും ഓരോ ആന വീതം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ 9ഉം പിടിയാനകളായിരുന്നു. അതിനാൽ കർത്താവിന്റെ കുണ്ഠിതം മുഴുവനും വിട്ടുമാറിയിട്ടില്ല. ആ ആനകളെ കുഴിയിൽ നിന്ന് കയറ്റി കൂടുകളിലാക്കി അടയ്ക്കുവാൻ ഏർപ്പാട് ചെയ്തിട്ട് കർത്താവ് ചെന്ന് പിന്നെയും നമ്പിയെ കണ്ടു. എന്താ, കുഴികളിലൊക്കെ ആനകൾ വീണില്ലേ എന്ന് നമ്പി ചോദിച്ചു. ആനകൾ വീണു, പക്ഷെ എല്ലാം പിടിയാനകളാണ്. 2-3 എണ്ണമെങ്കിലും കൊമ്പനാന ആയിരുന്നല്ലോ എന്ന മനസ്താപമേ ഉള്ളൂ. ഇത്രയും കർത്താവ് പറഞ്ഞു. അപ്പോൾ നമ്പി, ഓ അത് സാരമില്ല, ഇന്ന് രാത്രിയിൽ വീഴുന്നതെല്ലാം കൊമ്പനാനയായിരിക്കും, എന്നാൽ പോരെന്ന് ചോദിച്ചു. അങ്ങ് പോയി കുഴികൾക്ക് അറ്റകുറ്റം വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ തീർത്തെല്ലാം ശരിയാക്കി കളയൂ. ഇത്രയും പറഞ്ഞു കർത്താവിനെ അറിയിച്ചു. കർത്താവ് പോയി കുഴികളെല്ലാം അറ്റകുറ്റങ്ങൾ തീർത്ത് ശരിയാക്കി വിടുകയും ചെയ്തു. അന്ന് രാത്രിയിൽ കർത്താവ് കിടന്നുറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു. കുഴികളിലെല്ലാം ആനകൾ വീണിട്ടുണ്ട്, എല്ലാം കൊമ്പനാനയാണ്. എങ്കിലും 5ാമത്തെ കുഴിയിൽ വീണിരിക്കുന്ന ആ ആനയെ തേവൽശ്ശേരി നമ്പി കൂടാതെ വരാതെ കുഴിയിൽ നിന്ന് കയറ്റരുത്, അല്ലെങ്കിൽ ആപത്തുണ്ടാകും എന്നായിരുന്നു സ്വപ്നത്തിന്റെ സാരം. പിറ്റേ ദിവസം രാവിലെ കർത്താവ് മലയിൽ ചെന്ന് കുഴികളിൽ നോക്കിയപ്പോൾ എല്ലാ കുഴികളിലും ആനകൾ വീണിട്ടുണ്ടായിരുന്നു. എല്ലാം കൊമ്പനാനകളുമായിരുന്നു. അപ്പോൾ കർത്താവിനുണ്ടായ സന്തോഷം എത്രമാത്രമായിരുന്നു എന്ന് പറയുവാൻ പ്രയാസമാണ്. ഉടൻ താപ്പാനകളെയും മറ്റും വരുത്തി 4 കുഴികളിലെ ആനകളെ കയറ്റി കൂടുകളിൽ അയച്ചു. 5ാമത്തെ കുഴിയിലെ ആനയെ കയറ്റുവാൻ നമ്പിയുടെ കൂട് വരുത്തിയിട്ട് ആവാമെന്ന് വിചാരിച്ച് കർത്താവ് നമ്പി വന്നിരുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ നമ്പി ഒരു മന്ത്രവാദത്തിനായി ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു സ്ഥലത്തേക്ക് തലേദിവസം രാത്രി തന്നെ പോയി എന്നും അവിടെ നിന്ന് 2-3 ആളുകൾ വന്ന് 4-5 ദിവസം മുമ്പ് തന്നെ നിർബന്ധിച്ച് കൊണ്ടുകൂട്ടിക്കൊണ്ട് പോയിരിക്കുകയാണെന്നും കർത്താവ് അറിഞ്ഞു. എന്നാൽ ഇച്ഛാഭംഗത്തോടുകൂടി മടങ്ങിപ്പോന്നു കർത്താവ് അവിടുന്ന്. അദ്ദേഹം 5ാമത്തെ കുഴിയുടെ സമീപത്ത് ചെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മറ്റുള്ള ആനകളെ പോയാലും ആ കുഴിയിൽ വീണിരിക്കുന്ന ആനയെ ഏതു വിധത്തിലും ക്ഷണത്തിൽ കുഴിയിൽ നിന്ന് കയറ്റി കൂട്ടിലാക്കി അടയ്ക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. സകല ലക്ഷണങ്ങളെയും പൂർണ്ണമായി തന്നെ കഴിഞ്ഞ ഒരു ഒന്നാന്തരം കൊമ്പനാരയായിരുന്നു ആ കുഴിയിൽ വീണിരുന്നത്. അഴകുകൊണ്ടും പുഷ്ടി കൊണ്ടും ലക്ഷണങ്ങൾ കൊണ്ടും മറ്റും ഇത്രയും യോഗ്യത തികഞ്ഞ ഒരു ആനയെ കർത്താവ് അതിനു മുമ്പ് ഒരിക്കലും ഒരിടത്തും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ ഉടനെ തന്നെ ആ ആനയെ കുഴിയിൽ നിന്ന് കയറ്റുവാനുള്ള ശ്രമം തുടങ്ങി. ആ സമയം അതിഭയങ്കര മൂർത്തിയായ ഒരു വലിയ വ്യാക്രം പെട്ടെന്ന് കാട്ടിൽ നിന്ന് ചാടി ഇറങ്ങി വന്ന് കർത്താവിനെ കടിച്ചെടുത്തുകൊണ്ട് കാട്ടിലേക്ക് തന്നെ കയറിപ്പോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വേലക്കാരും മറ്റും ഭയം കൊണ്ടും പരിഭ്രമം കൊണ്ടും വ്യസനം കൊണ്ടും വിവിശന്മാരായി തീർന്നുവെന്നുള്ളത് വിശേഷിച്ച് പറയണ്ടല്ലോ. എല്ലാവരും അവിടെ നിന്ന് 4 വഴിക്കുമായി ക്ഷണത്തിൽ ഓടിപ്പോയി. ഇനി നമ്പി മന്ത്രവാദത്തിന് പോയ സ്ഥലത്തെ കഥ പറയാം. അവിടെ ഒരു സ്ത്രീക്ക് ഒരു ഗന്ധർവന്റെ ഉപദ്രവമായിരുന്നു. അനേകം മന്ത്രവാദികൾ ആ ഗന്ധർവനെ ഒഴുക്കുവാനായി പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ചു നോക്കി. ഒന്നുകൊണ്ടും ഒരു ഫലവും ഉണ്ടായില്ല. അക്കാലത്ത് ഉശകാരൂത്തർ എന്ന് പ്രസിദ്ധനായ ഒരു മാന്ത്രികൻ തൊടുപുഴയുണ്ടായിരുന്നു. മേൽപ്പറഞ്ഞ ഗന്ധർവ ബാധിതയായ സ്ത്രീയുടെ വീട്ടിന് സമീപം ഉശകാവരത്തരുടെ ചാർച്ചക്കാരായ ഒരു മുഹമ്മദിയൻ താമസിച്ചിരുന്നു. അവൻ മുഖാന്തരം രാവുത്രി അവിടെ കൊണ്ടുവന്ന് മന്ത്രവാദം ചെയ്യിപ്പിച്ചു. രാവുത്തർ പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ചു നോക്കിയിട്ടും ഗന്ധർവൻ ഒഴുകുന്ന കണ്ടില്ല. ഇനി വേറെ വല്ല മന്ത്രവാദികളും വന്ന് ഈ ഗന്ധർവനെ ഒഴിക്കുകയാണെങ്കിൽ അത് തനിക്ക് കുറച്ചിലായി തീരുമല്ലോ എന്ന് വിചാരിച്ച് ആര് വിചാരിച്ചാലും ആ ഗന്ധർവനെ ഒഴിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചില പ്രയോഗങ്ങൾ കൂടി ചെയ്യുകയും ഇനി ഈ വീട്ടുകാർ വല്ല മന്ത്രവാദികളെയും ഇവിടെ വരുത്തുവാൻ ഇടയായാൽ ഉടനെ ആ വിവരം തന്നെ അറിയിക്കണമെന്ന് തൻ്റെ ചാർച്ചക്കാരോട് പറഞ്ഞ് ചട്ടം കിട്ടുകയും ചെയ്തിട്ടാണ് കൊടുക്കാൻ റാവുത്തർ അവിടെ നിന്ന് പോയത്. റാവുത്തറുടെ ഈ ഗൂഢപ്രയോഗങ്ങൾ ആരും അറിഞ്ഞതുമില്ല. ഇങ്ങനെയിരുന്ന സമയത്താണ് ആ സ്ത്രീയുടെ ഉടമസ്ഥന്മാർ തേവല്ലശ്ശേരി നമ്പിയെ അവിടെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്പിയെ കൊണ്ടുവരുവാൻ ആൾ പോകുന്നുവെന്ന് കേട്ട ക്ഷണത്തിൽ റാവുത്തറുടെ ചാർച്ചക്കാരനായ മുഹമ്മദിയൻ വിവരം റാവുത്തറെ അറിയിക്കുകയും നമ്പി അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ റാവുത്തർ ആ ചാർച്ചക്കാരൻ്റെ വീട്ടിലെത്തി താമസം തുടങ്ങുകയും ചെയ്തിരുന്നു. ഈ വിവരമൊന്നും അറിയാതെ നമ്പി അവിടെ ചെന്നു ചേർന്നു. നമ്പി സൗന്ദര്യവും ദേഹപുഷ്ടിയും വസ്ത്രാഭരണ ധാലക്രിയും പ്രൗഢിയും ഇരുട്ടും തട്ടിപ്പും ജാടയും ഒന്നുമില്ലാത്ത ആളായിരുന്നതിനാൽ അദ്ദേഹത്തെ കണ്ടിട്ട് ഒരു ദിക്കുകാർക്ക് അത്ര ബഹുമാനം ഉണ്ടായില്ല. റാവുത്തർ മുതലായി യോഗ്യന്മാർ വിചാരിച്ചിട്ട് ഒഴിക്കുവാൻ കഴിയാത്ത ഗന്ധർവനെ ഈ ഷോങ്ങിയാണോ ഇനി ഒഴിക്കുവാൻ പോകുന്നത്? ഇയാളെ ഇവിടെ വലിച്ചുകൊണ്ട് വന്നത് തന്നെ കേവലം അനാവശ്യം വിഡിദ്ധവുമായി പോയി എന്നും മറ്റു ചിലർ കുറേശ്ശെ പറയുകയും ചെയ്തു. അതൊക്കെ കുറേശ്ശെ നമ്പിയും കേട്ടു. എങ്കിലും അദ്ദേഹം അതൊന്നും കേട്ടതായി നടിച്ചില്ല.
അന്യന്മാർ ഇങ്ങനെയൊക്കെ പറയുകയും വിചാരിക്കുകയും ചെയ്തുവെങ്കിലും ആ സ്ത്രീയുടെ ഭർത്താവ് മുതലായവർ നമ്പിയെ സാദരം സ്വീകരിക്കുകയും അദ്ദേഹത്തിന് ഭക്ഷണവും മറ്റും വെടിപ്പായി ഏർപ്പാട് ചെയ്തു കൊടുക്കുകയും ഈ ഗന്ധർവന്റെ ഉപദ്രവം നിമിത്തമുണ്ടായിട്ടുള്ള കഷ്ടനഷ്ടങ്ങളെക്കുറിച്ചും ഈ ബാധ ഒടിക്കുന്നതിനായി ഓരോ മന്ത്രവാദികളെ വരുത്തി മന്ത്രവാദങ്ങൾ ചെയ്യിപ്പിച്ച വിവരവും വിസ്തരിച്ച് പറയുകയും ഏതുവിധവും ഈ ഉപദ്രവം ഒഴിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. നമ്പി, പല യോഗ്യന്മാർ പരീക്ഷിച്ചിട്ട് സാധിക്കാത്ത കാര്യം സാധിക്കാമെന്ന് ഞാൻ ഉറപ്പു പറയുന്നില്ല. എന്നാൽ കഴിയുന്നതും ഞാൻ ചെയ്തത് നോക്കാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു. എങ്കിലും ഭഗവതിയുടെ കാരുണ്യം കൊണ്ടും സാധിക്കാത്ത കാര്യങ്ങളില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊരു മന്ത്രവാദത്തിന് ചെന്നിട്ട് ബാധ ഒഴിയാതെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനാൽ ഇതും ഒഴിയുമെന്ന് തന്നെ വിചാരിക്കാമെന്ന് പറയുകയും വേണ്ടുന്ന ഉപകരണങ്ങളും മറ്റും ഒരു ചാർത്തെഴുത്തി കൊടുക്കുകയും ചെയ്തു. നമ്പിയുടെ മന്ത്രവാദത്തിന് അധികമായിട്ട് ഉപകരണങ്ങളൊന്നും പതിവില്ല. നമ്പി ആദ്യം തന്നെ പത്മമിട്ട് വിളക്ക് വെച്ച് ഭഗവതിക്കൊരു പൂജ കഴിക്കും. പിന്നെ ഉമ്മിച്ചാരം കൊണ്ട് ഒരു ചക്രം വരച്ച് അതിൽ പിണയാളിയെ ഇരുത്തും. പിണയാളുടെ അടുക്കൽ ഒരു ചൂരൽ വടിയും ജപിച്ച് വെക്കും. ഇത്രയും ചെയ്തിട്ട് നമ്പി കിടന്നുറങ്ങും. കുറച്ചു കഴിയുമ്പോൾ പിണാൽ ചുള്ളി ചൂരൽ വടി എടുത്ത് തന്നെത്താൻ അടിച്ചു തുടങ്ങും. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ തുള്ളുന്ന ആൾ അയ്യോ ഞാൻ പൊയ്ക്കൊള്ളാമേ എന്ന് വിളിച്ചു പറഞ്ഞു തുടങ്ങും. അപ്പോൾ നമ്പി എണീറ്റ് പിണയാളയെ കൊണ്ട് പൊന്നും വിളക്കം പിടിപ്പിച്ച് സത്യം ചെയ്യിപ്പിക്കും. ബാധ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ഇത്രയുമല്ലാതെ നമ്പിയുടെ മന്ത്രവാദത്തിന് വലിയ വട്ടങ്ങളൊന്നും പതിവില്ല. എന്നാൽ ഇവിടെ അങ്ങനെയായാൽ പോരാതെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. തന്നെ കണ്ടിട്ട് തന്നെ പുച്ഛം തോന്നിയിരിക്കുന്നവർക്ക് നിസാരമായ ചാർത്തുകൂടി കണ്ടാൽ ആക്ഷേപം അധികമാകുമെന്ന് വിചാരിച്ച് നമ്പി കേൻകേകമായിട്ടാണ് ചാർത്തെഴുതി കൊടുത്തത്. എങ്കിലും ഉച്ചയായപ്പോഴേക്കും സകലവും ആ വീട്ടുകാർ തയ്യാറാക്കി കൊടുത്ത് മുറ്റത്ത് കുത്തിമറിച്ച് കെട്ടി വിധാനിച്ച് അലങ്കരിച്ച പന്തലിൽ നമ്പി പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് ഗന്ധർവന്റെ ഒരു കളം എഴുതി. ജീവനുണ്ടെന്ന് തോന്നത്തക്കവണ്ണം രസികനായ കളം കണ്ടപ്പോൾ നമ്പി നിസാർന്നല്ലെന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങി. കളം എഴുതി തീർന്നതിന് ശേഷം അദ്ദേഹം പൂജിക്കുള്ള പത്മമടികളും പിണയാളെ ഇരുത്തുവാനുള്ള ചക്രവും വരയ്ക്കുകയും കളത്തിനടുക്കൽ സുരഭില കുസുമങ്ങൾ കൊണ്ട് ഒരു പുഷ്പ കൂട്ടുകയും ചെയ്തു. അപ്പോഴേക്കും നേരം വൈകി തുടങ്ങിയതിനാൽ ഇനി ശേഷമെല്ലാം സന്ധ്യാവന്ദനം കഴിഞ്ഞു വന്നിട്ടാവാമെന്ന് പറഞ്ഞ് നമ്പി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. 4-5 നാഴിക കഴിഞ്ഞിട്ട് നമ്പി മടങ്ങി വരായികയാൽ ചിലർ കഴിഞ്ഞ അയാളുടെ മന്ത്രവാദം ഇത്രയേ ഉള്ളൂ, സാധു ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ സൂത്രം കൊണ്ടൊന്നും കാര്യം പറ്റുകയില്ലെന്നും വലിയ ഗംഗന്മാരെയൊക്കെ വിളിച്ചിട്ട് നടക്കാത്ത കാര്യമാണിതെന്നും മനസ്സിലാക്കിയത്. അയാൾ ഒളിച്ചു പോയതാണ്, അയാൾ വരാനായിട്ട് ഇനി കാത്തിരിക്കണമെന്നില്ല എന്നും മറ്റും ആൾക്കാർ പറഞ്ഞു തുടങ്ങി. ഇങ്ങനെ ഓരോരുത്തർ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്പി വന്നു ചേർന്നു. ഉടനെ അദ്ദേഹം ഭഗവതിയുടെ പൂജ ആരംഭിച്ചു. അപ്പോഴേക്കും നമ്പിയുടെ മന്ത്രവാദം കാണുവാനായി അസംഖ്യം ആളുകൾ അവിടെ വന്നുകൂടി. അക്കൂട്ടത്തിൽ റാവുത്തറുമുണ്ടായിരുന്നു. പിണിയാൽ തുള്ളാതിരിക്കുന്നതിനും തുള്ളിയാലും ബാധ ഒഴിയാതിരിക്കുന്നതിനുമായ ചില പ്രയോഗങ്ങൾ റാവുത്തർ മുമ്പേ തന്നെ ചെയ്തു വരുന്നത് കൂടാതെ അപ്പോഴും ചിലതൊക്കെ കൂടി ചെയ്തിട്ടാണ് അക്കൂട്ടത്തിൽ വന്നുകൂടിയത്. പൂജ കഴിഞ്ഞപ്പോൾ പിണിയാളെ കൊണ്ടുവന്ന് ചക്രത്തിലിരുത്തി. നമ്പി ഉടനെ പൂജയ്ക്ക് പുഷ്പാഞ്ജലി ചെയ്തു വെച്ച് കുറെ പൂവും അതായത് അക്ഷതവും നെല്ലുമരിയും കൂടിയെടുത്ത് ജപിച്ച് പിണിയാളുടെ ശിരസിലിട്ടു. നമ്പി ക്ഷണത്തിൽ ഇത് ചെയ്യുന്ന പക്ഷം ഏതൊരു പിണിയാളും തുള്ളുകയാണ് പതിവ്. പക്ഷെ ഈ ബാധ തുള്ളിയില്ല. അപ്പോൾ തന്നെ അതിൻ്റെ കാരണം ഏകദേശം ഊഹിച്ചുകൊണ്ട് നമ്പി ഈ കൂട്ടത്തിൽ മന്ത്രവാദിയായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. അപ്പോൾ അക്കൂട്ടത്തിൽ നിന്നും ഒരാൾ ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. അത് റാവുത്തറായിരുന്നു. ആ ആൾ ഇന്നാരാണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞെങ്കിലും ഈ പറഞ്ഞ ആളാണ് തൻ്റെ പ്രതിയോഗി എന്ന ആ ശബ്ദം കൊണ്ട് തീർച്ചപ്പെടുത്തിക്കൊണ്ട് നമ്പി ഒടുക്കം നിങ്ങളൊരു മന്ത്രവാദി എന്ന് വിചാരിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഒരു കഷ്ണം ഓലയെടുത്ത് അതിലൊരു മന്ത്രം എഴുതുകയും അത് ശകലമായി കീറി മേൽപോട്ടെറിയുകയും ചെയ്തു. അപ്പോൾ അവിടെ അടുത്ത് നിന്നിരുന്ന കരിമ്പനയുടെ ചുവട്ടിൽ കിടന്നിരുന്ന വള്ളി തുള്ളി കരിമ്പനയുടെ അഗ്രഭാഗം വരെ കയറുകയും ഉടനെ പന പൊട്ടിക്കേറി ഇഞ്ചനാര് പോലെ ആകുകയും നിലത്ത് വീഴുകയും ചെയ്തു. ആ വള്ളി നമ്പിയെ അകപ്പെടുത്തുവാനായി റാവുത്തർ എന്തോ പ്രയോഗമൊപ്പിച്ച് ഇട്ടിരുന്നതായിരുന്നു. ഇത്രയും കഴിഞ്ഞപ്പോൾ റാവുത്തർ അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ നമ്പിയുടെ വയർ വല്ലാതെ വീർത്തു തുടങ്ങി. അത് വർദ്ധിച്ച് അദ്ദേഹം ഇരിക്കുവാനും ശ്വാസോച്ഛ്വാസം ചെയ്യുവാനും വയ്യാതെ ഏറ്റവും വിശ്വസനായി തീർന്നു. ഉടനെ നമ്പി ഒരു നാരായം എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. ആ നാരായം ജപിച്ചൊരു വാഴയിന്മേൽ കുത്തിക്കൊടുത്തു. നാരായം കൊണ്ട് ദ്വാരത്തിലൂടെ ഉടനെ വെള്ളം പ്രവഹിച്ചു തുടങ്ങി. അങ്ങനെ കുറേ വെള്ളം വാഴയിൽ നിന്ന് പോയപ്പോൾ നമ്പിയുടെ വയറൊട്ടുകയും അദ്ദേഹം യഥാപൂർവം സ്വസ്ഥ ശരീരനായി തീരുകയും ചെയ്തു. നമ്പിക്ക് ഈ അസ്വാസ്ഥ്യം ഉണ്ടായിത്തീർന്നതും റാവുത്തറുടെ ദുഷ്പ്രയോഗം കൊണ്ട് തന്നെയുള്ളതാണ്. നമ്പിയെ അകപ്പെടുത്തുവാനും അപമാനിച്ചയക്കുവാനുമായി റാവുത്തർ ഇങ്ങനെ പലതും പ്രയോഗിച്ചു നോക്കി. നമ്പി ഉടനുടൻ പ്രതിവിദ്യകൾ ചെയ്തുകൊണ്ടിരുന്നതിനാൽ അദ്ദേഹത്തിനൊന്നും പറ്റിയില്ല. തൻ്റെ വിദ്യകളൊന്നും നമ്പിയുടെ അടുക്കൽ ഫലിക്കുകയില്ലെന്ന് തീർച്ചയായപ്പോൾ റാവുത്തർ പിന്നെ ഈ ജനങ്ങോട്ടത്തിൽ വന്നു നിന്നു. അപ്പോൾ റാവുത്തറെ ഒന്ന് പറ്റിക്കണമെന്നും ആളെ അറിയിക്കാതെ ഒളിച്ചു നിന്ന് നിൽക്കുന്ന അയാളെ കൊണ്ട് തന്നെ അയാളുടെ പേര് വിളിച്ച് പറയിക്കണമെന്നും നിശ്ചയിച്ച് നമ്പി കുറച്ച് ഭസ്മം എടുത്ത് ജപിച്ച് ആൾക്കൂട്ടത്തിലേക്ക് ഊതിപ്പറപ്പിച്ചു.
ആ ഭസ്മം ആരുടെയെല്ലാം ദേഹത്തിൽ പതിച്ചുപോ അവരുടെയൊക്കെ ഉടനെ തുള്ളിത്തുടങ്ങും. അക്കൂട്ടത്തിൽ റാവത്തറും ഉണ്ടായിരുന്നു. ആ തുള്ളലിനിടയ്ക്ക് നമ്പി ഗന്ധർവന്റെ കളത്തിലൊക്കിൽ ഒരു പൂജ കഴിച്ചു. റാവത്തറുടെ തുള്ളൽ മുറുകിപ്പോവുകയും മറ്റുള്ളവരുടെ തുള്ളരെല്ലാം ശമിച്ചു. വലിയ തടിയനും കുടവയർണമായിരുന്ന റാവത്തർ 2-3 നാഴിക നേരം ചാടിത്തുള്ളിയപ്പോഴേക്കും വിയർത്തൊലിച്ച് ഏറ്റവും പരവശനായി തീർന്നു. ഒരു നിവൃത്തിയും ഇല്ലാതായിരുന്നപ്പോൾ റാവത്തർ, അയ്യോ എന്നെ രക്ഷിക്കണേ, ഞാൻ റാവത്തരാണ്, അങ്ങയുടെ യോഗ്യത അറിയാനാണെന്നും എൻ്റെ അഹമ്മദിയും കഥയില്ലാതെ കഴിക്കരുതെന്നും അങ്ങയുടെ മന്ത്രവാദം ഭരിക്കാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ജീവഹാനി സംഭവിക്കുന്നതിന് ഞാൻ ചിലതൊക്കെ ചെയ്തു പോയി, അവയെല്ലാം ഇപ്പോൾ വിപരീതമായി ഭവിക്കുകയും ചെയ്തു. എൻ്റെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് അവിടുന്ന് തന്നെ സദയം രക്ഷിക്കണം. ഇനിയും എന്നെ ഇങ്ങനെ തുള്ളിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ വീണ് മരിച്ചു പോകും. ഇനി ഞാൻ ഒരു കാലത്തും ഒരിടത്തും മന്ത്രവാദ സംബന്ധമായി യാതൊന്നും ചെയ്യുകയില്ലെന്നും സത്യം ചെയ്യാമെങ്കിൽ അത് ചെയ്യാം, എന്നാലും എന്നെ കൊല്ലാതെ വിട്ടയക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞു. അത് കേട്ട് നമ്പി, കുശകാര റാവുത്തറോ, എന്നാൽ ഇവിടെ അടുത്ത് വരാമല്ലോ എന്ന് പറഞ്ഞ് ഉടനെ റാവുത്തറുടെ തുള്ളലിൽ നിന്നു. അടുത്ത് ചെന്നപ്പോൾ നമ്പി, റാവുത്തർ അവിടെ ഇരിക്കുക. റാവുത്തർ എന്ന് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് കാണുവാനുള്ള ഭാഗ്യവും സിദ്ധിച്ചുവല്ലോ, വളരെ സന്തോഷമായി. റാവുത്തർ ഇവിടെയുള്ള സ്ഥിതിക്ക് ഈ ഗന്ധർവന്മാരെ ഒഴിക്കുവാൻ റാവുത്തർ തന്നെ വേണം എന്ന് വീണ്ടും പറഞ്ഞ് ഇത് കേട്ടിട്ട് ഇരിക്കുവാൻ വന്ദിച്ചുകൊണ്ട് റാവുത്തർ, അവിടെ നിന്ന് ഇനിയും എന്നെ അഭിമാനിക്കാൻ തുടങ്ങുന്നത് സങ്കടമാണ്. ഞാൻ പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ചിട്ട് ഒഴിയാത്ത ഈ ഗന്ധർവനെ ഒഴിക്കുവാൻ ഞാൻ ശക്തനല്ല എന്ന് മാത്രമല്ല, ഇതൊരിക്കലും ഒഴിയാതിരിക്കത്തക്കവണ്ണം ഞാൻ ചിലതൊക്കെ ചെയ്തു പോയിട്ടുമുണ്ട് എന്ന് പറഞ്ഞു. നമ്പി പറഞ്ഞു, അത് സാരമില്ല, അങ്ങനെ പലതും ചെയ്തു പോയിട്ടുള്ളെങ്കിൽ അതിന് പരിഹാരം ചെയ്താൽ മതിയല്ലോ. റാവുത്തർ പറഞ്ഞു, പരിഹാരമില്ലാത്ത പ്രവൃത്തികളാണ് ഞാൻ ചെയ്തു പോയിട്ടുള്ളത്. നമ്പി പറഞ്ഞു, പരിഹാരമില്ലാത്ത പ്രവൃത്തി ഒന്നും തന്നെയില്ല. റാവുത്തർ പറഞ്ഞു, അവിടുന്ന് വിചാരിച്ചാൽ എല്ലാത്തിനും പരിഹാരമുണ്ടാകും. എനിക്ക് അവിടുത്തെ പോലെ പഠിത്തവും പരിചയവും പാരമ്പര്യവുമില്ല. നിത്യവൃത്തിക്ക് ഗതിയില്ലാതെ ഞാൻ കാട് കയറി നടന്നപ്പോൾ ഒരാളിൽ നിന്ന് ഗ്രന്ഥം കെട്ടാനിടവാനായി. അതിൽ നോക്കി ഞാൻ ചിലതൊക്കെ പ്രയോഗിക്കുകയും ചിലതൊക്കെ ഭരിക്കുകയും ചെയ്തു. തന്നിമിത്തം ദൈവഗത്യ പേര് കെട്ടുകയും ചെയ്തു. എന്നല്ലാതെ എനിക്ക് വാസ്തവത്തിൽ വലിയ പഠിപ്പൊന്നുമില്ല. നമ്പി പറഞ്ഞു, അതൊന്നുമല്ല, റാവുത്തറെ കുറിച്ച് ഞാൻ നല്ലപോലെ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. റാവുത്തർ ഒരു ഒന്നാന്തരം മന്ത്രവാദിയാണെന്ന് എനിക്കറിയാം. ഇതാ ഈ പൂവ് ആ പിണിയാടിയുടെ ശിരസിലെടുക്കാം എന്ന് പറഞ്ഞ് നമ്പി ഗന്ധർവന് പൂജിച്ച പൂവ് കുറിച്ചെടുത്തു. റാവുത്തറുടെ കയ്യിൽ കൊടുത്തു. റാവുത്തർ അത് വാങ്ങി പിണിയാളിയുടെ ശിരസിലിട്ടു. പിണിയാൾ തുള്ളി തുടങ്ങി. നമ്പിയുടെ ആജ്ഞപ്രകാരം റാവുത്തർ പിണിയാളെ കൊണ്ട് പൊന്നും വിളക്കും പിടിപ്പിച്ച് സത്യം ചെയ്യിപ്പിച്ചു. ഗന്ധർവൻ ഒഴിഞ്ഞു പോവുകയും ചെയ്തു. ആ വീട്ടുകാർ പണമായും പണ്ടങ്ങളായും നമ്പിക്ക് വളരെ സമ്മാനങ്ങൾ കൊടുത്തു. നമ്പി അവയെല്ലാം കയ്യിൽ വാങ്ങിയിട്ട് വാസ്തവത്തിൽ ഒടുവിൽ ഗന്ധർവനെ ഒഴിച്ചത് റാവുത്തറാകിയാൽ ഇവയ്ക്കൊക്കെ അർഹൻ റാവുത്തറാണ് എന്ന് പറഞ്ഞ് അവരെയെല്ലാം റാവുത്തർക്ക് തന്നെ കൊടുത്തു. റാവുത്തറാവ് വാങ്ങുവാൻ വളരെ മടിച്ചു. ഒടുക്കം നമ്പിയുടെ നിർബന്ധം കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ അവയെല്ലാം റാവുത്തർ വാങ്ങി തുടങ്ങി. എങ്കിലും എന്നെങ്കിലും നമ്പിയെ അകപ്പെടുത്തണമെന്ന് തന്നെയായിരുന്നു പിന്നെയും അയാളുടെ വിചാരം. മന്ത്രവാദമെല്ലാം കഴിഞ്ഞ ഉടനെ നമ്പി സ്വദേശത്തേക്ക് പുറപ്പെട്ടു. നമ്പി ഒരിക്കലും ബാല്യക്കാരെ കൊണ്ടു നടക്കാറില്ല. ബാല്യക്കാർക്ക് പകരം അദ്ദേഹം ചില സേവാമൂർത്തികളെയാണ് ഉപയോഗപ്പെടുത്തുക പതിവ്. ഈ യാത്രയും അങ്ങനെ തന്നെയായിരുന്നു. രാത്രി ആയിരുന്നതിനാൽ ചില മൂർത്തികൾ വിളിക്കുമായി മുൻപേ നടന്നു. പിന്നെ നമ്പിയും പോയി. നമ്പി മടങ്ങി വരികയും ചെയ്യുന്നത് അച്ചൻകോവിൽ വഴിക്കാണ് പതിവ്. അതിനാൽ ഈ പ്രാവശ്യം ആ വഴിക്ക് തന്നെയാണ് പോയത്. രാത്രി ഏകദേശം 1 മണിയായപ്പോൾ അദ്ദേഹം അച്ചൻകോവിലിന് സ്വല്പം കിഴക്ക് വന്നു. ആ സമയത്ത് കുറച്ച് തടുത്തു കൂറ്റനായ ഒരു പാണ്ടപ്പിള്ള കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ അസമയത്ത് ഇതിലെ കടന്നു പോകുന്നത് ആരാണ് എന്ന് ചോദിച്ചു. നമ്പി മറുപടിയായി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ആ പാണ്ടിപ്പിള്ള, ഓഹോ മനസ്സിലായി, അച്ചൻകോവിൽ അയ്യപ്പനെ ജയിച്ച് റാന്നി കർത്താവിൻ്റെ കുഴികളിൽ ആനകളെ വീഴ്ച കൊടുത്ത ആളാണല്ലേ. കർത്താവിൻ്റെ അയ്യപ്പൻ്റെ കാട്ടുനായകൾ പിടിച്ചുകൊണ്ടുപോയി. ഇത് അയ്യപ്പൻ്റെ കാട്ടുനായ്ക്കൾ ധാരാളമായുള്ള ദിക്കാണ്, സൂക്ഷിച്ചു നടക്കണം എന്ന് വീണ്ടും പറഞ്ഞു. അതിന് നമ്പി മറുപടിയായി യാതൊന്നും പറഞ്ഞില്ല. എങ്കിലും നമ്പി അയാളുടെ നേരെ തിരിഞ്ഞു നിന്ന് ഒരാകർഷണവും ബന്ധനവും ഒരുമിച്ച് കഴിച്ചുകൊണ്ട് പിന്നെയും നടന്നു തുടങ്ങി. നമ്പിയുടെ പിന്നാലെ പിള്ളയും നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ, ഹേ, അങ്ങ് എന്താണ് എൻ്റെ പുഴത്തിൽ കയറ് കെട്ടിരി വലിച്ചുകൊണ്ട് പോകുന്നത്? എന്നെ വിട്ടയക്കണം. ഞാൻ അച്ചൻകോവ് അമ്പലത്തിൽ വിളക്ക് വെപ്പുകാരനാണ്. ഭൈരവൻ പിള്ള എന്നാണ് എൻ്റെ പേര്. എന്നെ വിട്ടയച്ചില്ലെങ്കിൽ ഞാൻ പോകും. നമ്പി പറഞ്ഞു, പോകുവാനായി നിങ്ങൾ പല വിദ്യകൾ പ്രയോഗിച്ച് നോക്കിയല്ലോ, എന്നിട്ടെന്താ പോകാഞ്ഞത്? ഇനി ചിലതൊക്കെ കൂടി വിചാരിച്ചിട്ടുണ്ടല്ലോ, അവ കൂടി കഴിയട്ടെ. ഞാൻ നിങ്ങളുടെ കഴുത്തിൽ കയറിട്ട് കെട്ടിവലിക്കുന്നില്ല. ഭൈരവൻ പിള്ള പറഞ്ഞു, അങ്ങേക്ക് കെട്ടിവലിക്കുവാൻ കയറും മറ്റും വേണമെന്നില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി നടന്നപ്പോൾ അസംഖ്യം വ്യാഘ്രങ്ങൾ വഴിയിൽ നിൽക്കുന്നതായി കണ്ടു. ഇവയോട് നമ്പി മടങ്ങും, അപ്പോൾ തനിക്ക് പോകുവാൻ മാർഗമുണ്ടാകും എന്നും ഭൈരവൻ പിള്ളയും ഇവയെ കൂടി കൊണ്ടുപോകണം എന്ന് നമ്പിയും നിശ്ചയിച്ചു. വ്യാഘ്രങ്ങളെ കണ്ടിട്ട് നമ്പിക്ക് സ്വല്പം പോലും ഭയവും കൂസലും ഉണ്ടായില്ല.
അദ്ദേഹം അവയുടെ അടുക്കൽ കൂടി കടന്നുപോയി. നമ്പിയെ കണ്ട ക്ഷണത്തിൽ ഒരു വലിയ കടുവ കാട്ടിലേക്ക് ഓടിപ്പോയി. ശേഷമുണ്ടായിരുന്നവ നമ്പിയുടെ പിന്നാലെ നടന്നു തുടങ്ങി. അവയുടെ പിന്നാലെ ഭൈരവൻ പിള്ളയും നടന്നു. അടുത്ത ദിവസം സന്ധ്യയ്ക്ക് മുമ്പായി നമ്പി വ്യാക്രങ്ങളോടും ഭൈരവൻ പിള്ളയോടും കൂടി റാന്നിയിൽ കർത്താവിൻ്റെ ഗൃഹത്തിലെത്തി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കടുവ പിടിച്ചു കൊണ്ടുപോയ കാരണവരുടെ പുല ആചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കർത്താക്കന്മാർ കാരണവരുടെ മരണവൃത്താന്തം വിവരിച്ച് നമ്പിയോട് പറഞ്ഞുകൊണ്ടിരുന്നു. ആ അവസരത്തിൽ മുമ്പ് നമ്പിയെ കണ്ട ക്ഷണത്തിൽ കാട്ടിലേക്ക് കയറിപ്പോയ കടുവായുടെ കഴുത്തിൽ കയറി കാരണവർ കർത്താവും അവിടെ എത്തി. അപ്പോൾ മുമ്പേ അവിടെ വന്നു നിന്നിരുന്ന വ്യാക്രങ്ങളെല്ലാം അവിടെ നിന്ന് ഓടിപ്പോയി. അത് നമ്പി അവയെ ഉച്ചാരണം ചെയ്തിട്ടുള്ളതാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. ഇവയെല്ലാം കണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഭയഭക്ത പരുഷവന്മാരായി തീർന്നു. ആ സമയത്തും ഭൈരവൻ പിള്ള നമ്പിയോട് ഇനിയെങ്കിലും എന്നെ ഒന്ന് വിട്ടയക്കണേ എന്ന് അപേക്ഷിച്ചു. അതിന് മറുപടിയായി നമ്പി, എൻ്റെ മനസ്സോടുകൂടി ഇപ്പോൾ ഞാൻ നിങ്ങളെ വിട്ടയക്കുകയില്ല, പോകാമെങ്കിൽ പൊയ്ക്കൊള്ളണം. പിടിച്ചു കാട്ടിൽ കൊണ്ടുപോയി താമസിച്ചിരുന്നപ്പോൾ എനിക്ക് ഭക്ഷണവും മറ്റും തന്നെ രക്ഷിച്ചത് ഈ ഭൈരവൻ പിള്ള തന്നെയാണല്ലോ. ഇദ്ദേഹം ഈ കടുവാക്കൂട്ടത്തിൻ്റെ മേലാവാണ്. യൂത തലവനായ വലിയ കടുവ ഭൈരവൻ പിള്ളയുടെ പാദങ്ങൾ നക്കുകയും നമസ്കരിക്കുകയും മറ്റും ചെയ്ത് അദ്ദേഹത്തെ അസാമാന്യമായി ബഹുമാനിക്കുകയും എല്ലാം ചെയ്യുന്നതും അവിടെയുള്ള ആൾക്കാർ കണ്ടു. അനന്തരം നമ്പി കർത്താവിനോട്, ഇനി ഈ ആണ്ടിൽ ആനകളെ പിടിക്കുവാൻ ശ്രമിക്കേണ്ട. 4-ാമത്തെ കുഴിയിൽ വീണ് കിട്ടിയ ആ കൊമ്പനെ അച്ഛൻ കോവിലിൻ ശാസ്താവിന് വഴിപാടായി അയച്ചു കൊടുത്തേക്കണം. ഞാനിപ്പോൾ തന്നെ പോകുന്നു എന്ന് പറഞ്ഞ് യാത്രയായി. ഇപ്പോൾ തന്നെ പോകുന്നതും വലിയ സങ്കടമാണ്. 2 ദിവസമെങ്കിലും ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതിയെന്നും മറ്റു കർത്താക്കന്മാരുടെ ലൗകികം പറഞ്ഞു. എങ്കിലും നമ്പി അതൊന്നും അനുവദിച്ചില്ല. അദ്ദേഹം ഭൈരവൻ പിള്ളയെ വലിയ കടുവയുടെ കഴുത്തിൽ കയറ്റി ഇരുത്തുകയും പിൻഭാഗത്ത് താനും കയറി ഇരിക്കുന്നതും ചെയ്തിട്ട് സന്ധ്യാവന്ദനത്തിന് അമാന്തം വരാത്ത വിധത്തിൽ ചെങ്ങന്നൂർ എത്തിക്കണമെന്ന് കടുവായോട് പറഞ്ഞു. ഉടനെ കടുവ യാത്രയാവുകയും നിശ്ചിത സമയത്തിന് മുൻപേ തന്നെ ചെങ്ങന്നൂരിൽ എത്തുകയും ചെയ്തു. അനന്തരം നമ്പി ഒരു മണിയെടുത്ത് ജപിച്ച് കടുവയുടെ കഴുത്തിൽ കെട്ടിയിട്ട്, നിനക്ക് ഞാൻ മണികണ്ഠൻ എന്ന് പേരിട്ടിരിക്കുന്നു. ഇനിയും ഞാൻ വിചാരിക്കുന്ന സമയം എൻ്റെ അടുക്കൽ വരണം. ഇപ്പോൾ നിനക്ക് പോകാമെന്ന് കടുവയോട് പറയുകയും കടുവ നമ്പിയെയും ഭൈരവൻ പിള്ളയെയും നമസ്കരിച്ചിട്ട് പോവുകയും ചെയ്യും. ആ സമയത്ത് ഭൈരവൻ പിള്ള ഇനിയെങ്കിലും എന്നെ വിട്ടയക്കണേ എന്ന് നമ്പിയോട് അപേക്ഷിച്ചു. നിങ്ങളെ അത്ര എളുപ്പത്തിൽ വിട്ടയക്കുകയില്ല എന്ന് നമ്പി അപ്പോഴും മറുപടി പറഞ്ഞു. അതിനുശേഷം നമ്പി കുളിയും നിത്യകർമ്മ അനുഷ്ഠാനതകളും അത്താഴവും കഴിക്കുകയും ഭൈരവൻ പിള്ളയെ ഊണ് കഴിപ്പിക്കുകയും ചെയ്തിട്ട് അവർ 2 പേരും ഒരു മുറിക്കകത്ത് ചെന്ന് കിടന്നു. അപ്പോൾ ഭൈരവൻ പിള്ള, എന്നെ വെറുതെ ഇങ്ങനെ താമസിപ്പിക്കുന്നത് എന്തിനാണ്? വീട്ടയക്കുന്നതിന് എന്താണ് വിരോധമെന്ന് ചോദിച്ചു. നമ്പി പറഞ്ഞു, വിരോധമൊന്നുമില്ല, കുറച്ചു ദിവസം ഇവിടെ താമസിച്ചിട്ട് വിട്ടയച്ചേക്കാം. ഭൈരവൻ പിള്ള പറഞ്ഞു, ഇനിയും കുറച്ചു ദിവസം കൂടി എന്നെ ഇവിടെ താമസിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന പക്ഷം എനിക്കൊരാഗ്രഹമുണ്ട്, അതുകൂടി സാധിച്ചു തന്നാൽ കൊള്ളാം. നമ്പി ചോദിച്ചു, എന്താണത്? ഭൈരവൻ പിള്ള പറഞ്ഞു, നിങ്ങൾ എന്നെ കുറച്ച് മന്ത്രവാദം പഠിച്ചാൽ കൊള്ളാമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്പി പറഞ്ഞു, നിങ്ങൾ എന്നേക്കാൾ വലിയ മന്ത്രവാദിയും ശാസ്ത്രജ്ഞനുമാണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് 2 ദോഷങ്ങളുണ്ട്. അവ രണ്ടും ഉപേക്ഷിച്ചാൽ പിന്നെ നിങ്ങളെപ്പോലെ യോഗ്യനായ ഒരു മന്ത്രവാദി ലോകത്തിൽ വേറെ ഉണ്ടായിരിക്കുകയില്ല. ഭൈരവൻ പിള്ള ചോദിച്ചു, ആ ദോഷങ്ങൾ എന്തെല്ലാമാല്? നമ്പി പറഞ്ഞു, ചില ബാധകൾ തുള്ളുമ്പോൾ നിങ്ങൾ ആണും പെണ്ണും തിരിച്ചറിയാത്തവൻ്റെ മകനെന്നും മറ്റും പറയും. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ലജ്ജയുണ്ടാകുന്നു. അതൊരു ദോഷമാണ്. പിന്നെ നിങ്ങൾക്ക് ആശ്രിതന്മാരിൽ അനുകമ്പയില്ല. അത് സർവ്വപ്രധാനമായ വലിയ ദോഷമാണ്. ഭൈരവൻ പിള്ള പറഞ്ഞു, ആശ്രിതന്മാരിൽ അനുകമ്പയില്ലാത്ത ഞാൻ എന്താണ് പ്രവർത്തിച്ചിട്ടുള്ളത്? നമ്പി പറഞ്ഞു, റാണി കർത്താവ് നിങ്ങളുടെ ഒരു ആശ്രിതനല്ലേ? അദ്ദേഹം എന്തോ തരാമെന്ന് പറഞ്ഞിരുന്നത് ആ ദിവസം തന്നെ തരാതിരുന്നത് കൊണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ കുഴികളിൽ ആനകൾ വീഴാതാക്കിയത്? എന്നാൽ അദ്ദേഹം അതേ ദിവസം അവധി കഴിഞ്ഞ് തരാതിരുന്നത് കൊണ്ടെന്നാണെന്നും അവധി തെറ്റിയാലും അദ്ദേഹം തരുന്ന ആളാണെന്നും നിങ്ങൾ വിചാരിക്കാതിരുന്നത് എന്താണ്? ആ അവധി ദിവസം അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച പുലയായിരുന്നുവല്ലോ. പിന്നെ എൻ്റെ മന്ത്രശക്തി കൊണ്ട് ഞാൻ കുഴിയിൽ വീഴ്ച ആ കൊമ്പനാനകളിൽ 4 കുഴികളിൽ നിന്ന് കയറ്റിയതിന് ശേഷം 5-ാമത്തെ കുഴിയിൽ നിന്ന് ആനയെ കയറ്റുവാൻ ഭാവിച്ച സമയം നിങ്ങൾ നിങ്ങളുടെ ഒരു കാട്ടാനയെ അയച്ച് കർത്താവിനെയോട് എടുപ്പിച്ചു കൊണ്ടുപോയി വലിയ ലഹള ഉണ്ടാക്കി തീർക്കുകയൊക്കെ എന്തിനാണ്? ഭൈരവൻ പിള്ള പറഞ്ഞു, ആ 9 ആനകളിൽ വാസ്തവത്തിൽ നല്ല ലക്ഷണങ്ങളോട് കൂടിയ 4 ഉണ്ടായിരുന്നുള്ളൂ. ശേഷമുണ്ടായിരുന്ന 5 ആനകളും കണ്ടാൽ നല്ല ക്ഷയശക്തങ്ങളായിരുന്നു. വാസ്തവത്തിൽ അവ വിലക്ഷണങ്ങളായിരുന്നു. ആ ആനകളെ കയറ്റിക്കൊണ്ട് പോയിരുന്നുവെങ്കിൽ കർത്താവിൻ്റെ ഐശ്വര്യം നിശേഷം നശിക്കുകയും അദ്ദേഹത്തിന് അനേകം അനർത്ഥങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ വരുന്നതെന്ന് വിചാരിച്ചാണ് ഞാൻ എൻ്റെ കാട്ടാനയെ അയക്കുകയും മറ്റും ചെയ്തത്. നമ്പി പറഞ്ഞു, ശരി, എന്നാൽ ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ നിങ്ങൾ എൻ്റെ പിന്നാലെ വന്നത് എന്തിനാണ്? ഭൈരവൻ പിള്ള പറഞ്ഞു, എൻ്റെ കാട്ടുനായ്ക്കളെ നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കാനായിട്ടും കർത്താവിൻ്റെ കാര്യം പറയാനായിട്ടുമാണ്. നമ്പി, ഓക്കെ, നിങ്ങളിൽ നിന്ന് അറിയാനുണ്ടായിരുന്നതെല്ലാം ഇപ്പോൾ ഞാൻ അറിഞ്ഞു. അതിനാൽ ഇനി നിങ്ങൾക്ക് പോകാം. ഭൈരവൻ പിള്ള പറഞ്ഞു,
ഞാൻ ആരാണെന്നും നിങ്ങൾ അറിഞ്ഞിരുന്നുവല്ലോ. നമ്പി പറഞ്ഞു. ഓഹോ, അത് ആദ്യം പാണ്ഡിപ്പിള്ളയുടെ വേഷത്തിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഭൈരവൻ പിള്ള പറഞ്ഞു. എന്നാൽ എനിക്കിനി ചില സംഗതികൾ കൂടി പറയാനുണ്ട്. മുൻകാലങ്ങളിൽ പരദേശങ്ങളിൽ ഉള്ളവർക്കും വല്ല ബാധോപദ്രവമോ മറ്റോ ഉണ്ടായാൽ എൻ്റെ സന്നിധിയിൽ വന്ന് എന്നെ ഭജിക്കുകയും ശരണം പ്രാപിക്കുകയും ഞാൻ അവരുടെ ഉപദ്രവങ്ങൾ നീക്കി സുഖപ്പെടുത്തി അയക്കുകയുമായിരുന്നു പതിവായി. നിങ്ങൾ പരദേശങ്ങളിലും പോയി മന്ത്രവാദം ചെയ്തു തുടങ്ങിയാൽ പിന്നെ എൻ്റെ അടുക്കൽ ആരും വരാതെ ആയിരിക്കുന്നു. അതിനാൽ എനിക്ക് മുമ്പുണ്ടായിരുന്നത് കൊണ്ട് ആദായം ഇപ്പോൾ നിന്നുപോയിരിക്കുന്നു. മേലാൽ നിങ്ങൾ പരദേശങ്ങളിൽ പോയി മന്ത്രവാദം ചെയ്യുകയില്ലെന്നും തീർച്ചപ്പെടുത്തണം. പരദേശികൾക്ക് ബാധോ ഉപദ്രവമോ മറ്റുണ്ടായാൽ അവർ എൻ്റെ സന്നിധിയിൽ വരണമെന്നും അത് ധനുമാസത്തിൽ എൻ്റെ ഉത്സവകാലത്തായിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുകയും അക്കാലത്ത് നിങ്ങളും അവിടെ ഉണ്ടായിരിക്കുകയും വേണം. അക്കാലത്ത് അവർക്ക് വേണ്ടുന്ന മന്ത്രവാദം എൻ്റെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ തന്നെ ചെയ്തതിന് വിരോധമില്ല. പരദേശികൾക്ക് നിങ്ങൾ മന്ത്രവാദം ചെയ്യുന്നത് എൻ്റെ സന്നിധിയിൽ വെച്ചും ഉത്സവകാലത്തുമായിരിക്കണമെന്ന് മാത്രമേ എനിക്ക് നിർബന്ധമുള്ളൂ. അങ്ങനെയായാൽ അതും ഉത്സവത്തിൻ്റെ ആഘോഷ തീയതി രാവിലെ അവിടത്തേക്കും ഉത്സവം കഴിയുന്നതുവരെ അവിടെ താമസിക്കുകയും വേണം. നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുവരുന്നതിന് നമ്മുടെ മണികണ്ഠനെ ഞാനിവിടെ അയച്ചുകൊള്ളാം. നിങ്ങളെ ഞാനും എൻ്റെ ആശാനായി സ്വീകരിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അവിടെ വന്നാൽ വേണ്ടുന്ന ആചോപചാരങ്ങളൊക്കെ ചെയ്യുന്നതിന് ഞാൻ ഏർപ്പാട് ചെയ്തു കൊള്ളാം. ഭൈരവൻ പിള്ള പറഞ്ഞതെല്ലാം നമ്പി പൂർണ്ണമായി സമ്മതിക്കുകയും ഭൈരവൻ പിള്ള അപ്പോൾ തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഈ ഭൈരവൻ പിള്ള സാക്ഷാൽ അച്ചൻകോവിൽ ശാസ്താവായിരുന്നു എന്നുള്ള വാസ്തവം ഇപ്പോൾ വായനക്കാർ ഊഹിച്ചറിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. ആ ആണ്ടിൽ ധനുമാസം 1-ാം തീയതിയുടെ തലേ ദിവസം രാത്രിയിൽ അച്ചൻകോവിൽ ദേവസ്വംകാർക്ക് ഒരു സ്വപ്നമുണ്ടായി. നാളെ രാവിലെ തേവലശ്ശേരി നമ്പി ഇവിടെ വരും. അദ്ദേഹം എൻ്റെയും ഗുരുവാണ്. അതിനാൽ നിങ്ങൾ അദ്ദേഹത്തെ സാദരം എതിരേൽക്കുകയും സബഹുമാനം ആചോപചാരങ്ങൾ ചെയ്യുകയും വേണം. ബലിക്കൽപുരയുടെ വടക്കേപ്പടിയിൽ വെള്ളവും കരിമ്പടവും വിരിച്ച് അദ്ദേഹത്തെ ഇരുത്തണം. അവിടെ ഒരു ദിവസങ്ങളിലെല്ലാം തന്ത്രിയുടെ പതിവ് പോലെ അരക്കോപ്പുകളും പകർച്ചയും കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളെയും യഥോയോഗ്യം ആദരിക്കണം. ഇതായിരുന്നു സ്വപ്നം. ധനുമാസം 1-ാം തീയതിയുടെ തലേ ദിവസം വൈകുന്നേരം മണികണ്ഠൻ നമ്പിയുടെ അടുക്കലെത്തുകയും നമ്പി മണികണ്ഠൻ്റെ കഴുത്തിൽ കയറി പരിവാര സമേതം പുറപ്പെട്ട് ധനുമാസം 1-ാം തീയതി രാവിലെ അച്ചൻകോവിൽ ചെന്ന് തീരുകയും ദേവസ്വക്കാർ സ്വപ്നപ്രകാരമെല്ലാം അദ്ദേഹത്തിനെ എതിരേറ്റ് സൽക്കരിക്കുകയും ചെയ്തു. അച്ചൻകോവിലിൽ പ്രധാനമായിട്ടുള്ള നടവരവ് നെയ്യാണ്. അതവിടെ ധാരാളമായി വരികയും ചെയ്യും. എങ്കിലും വിളക്കിനും മറ്റും ഉപയോഗിക്കുകയല്ലാതെ അതാരും കൂട്ടി ഊണ് കഴിക്കാറില്ല. അവിടെ നെയ്യ് കൂട്ടിയാണ് കഴിച്ചാൽ മാത്രമേ കഴിയുമ്പോൾ പനി തുടങ്ങുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് അവിടെ തന്ത്രയ്ക്ക് പോലും പകർച്ചയ്ക്കുള്ള നെയ്യ് കൊടുക്കാറില്ല. എങ്കിലും തേവലശ്ശേരി നമ്പിക്ക് പകർച്ചക്കൂട്ടത്തിൽ ഒരു തുടം നെയ്യ് കൂടി കൊടുക്കുകയും അദ്ദേഹം അതുകൂട്ടി ഊണ് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് പനിയെന്നല്ല യാതൊരു സുഖക്കേടും ഉണ്ടായിട്ടില്ല. ഇതറിഞ്ഞപ്പോൾ തന്ത്രിക്ക് അപരിതമായ കുണ്ഠിതമുണ്ടായി. നെയ്യ് കൂട്ടിയിട്ട് നമ്പിക്ക് സുഖക്കേടൊന്നും ഉണ്ടാകാതിരുന്നത് ശാസ്താവിൻ്റെ കരുണ കൊണ്ടായിരിക്കണമെന്നും താൻ തന്ത്രിയായിരിക്കുന്ന സ്ഥിതിക്ക് തന്നെക്കുറിച്ചുള്ളതിലധികം കരുണ ശാസ്താവിന് മറ്റൊരാളോട് പേരിലുണ്ടാകുന്നത് തനിക്ക് കുറച്ചിലാണല്ലോ എന്നും മറ്റുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം. അദ്ദേഹം അതിനൊരു നെയ്യ് കൂട്ടി ഉണ്ണണമെങ്കിൽ അവിടെ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. എങ്കിലും പനി വന്നെങ്കിലോ എന്നുള്ള ഭയം നിമിത്തം അദ്ദേഹം അതിന് ധൈര്യപ്പെട്ടില്ല. ഏതെങ്കിലും ഇതിന് തീർച്ചയായിട്ടുണ്ടാതെ ഇനി ഊണ് കഴിക്കുകയില്ല എന്ന് നിശ്ചയിച്ച് അദ്ദേഹം പിറ്റേ ദിവസം ഉച്ച തിരിയുന്നതുവരെ ഉണ്ണാതിരുന്നു. തന്ത്രി ഉണ്ണാതെ താൻ ഉണ്ണുന്നതിന് വിഹിതമല്ലല്ലോ എന്നുവരെ വിചാരിച്ച് നമ്പിയും ഊണ് കഴിച്ചില്ല. ഉച്ച തിരിഞ്ഞപ്പോൾ ശ്രീകോവിലിനകത്ത് നിന്ന് നമ്പിക്കൊരു തുടം കൊടു, താഴമണ്ണിനൊരു തുടം ചൊടു എന്നൊരു അശരീരി വാക്കുണ്ടായി. ഇത് ശാസ്താവിൻ്റെ കൽപ്പനയാണെന്ന് അവിടെ ഉണ്ടായിരുന്ന സകലും വിശ്വസിച്ചു. എങ്കിലും ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് സംശയിച്ച് ചിലർ നമ്പിയോട് ചോദിച്ചു. അപ്പോൾ നമ്പി, ഇതിൻ്റെ അർത്ഥം എനിക്കൊരു തുടം നെയ്യ് തരണമെന്നും താഴ്മൻ പോറ്റി, ഇദ്ദേഹമാണ് ഇവിടുത്തെ തന്ത്രി, നെയ്യ് തുടത്തിലെടുത്ത് ചൂട് പിടിപ്പിച്ച് കൂട്ടിക്കൊള്ളണമെന്നുമാണ് എന്ന് പറഞ്ഞു. തന്ത്രി അപ്രകാരം നെയ്യ് കൂട്ടിയിട്ടു. അദ്ദേഹത്തിന് പനി വന്നുമില്ല. പിന്നെ അത് പതിവായി തീർന്നു. തേവലശ്ശേരി നമ്പി അദ്ദേഹത്തിൻ്റെ ജീവാസനം വരെ ധനുമാസം 1-ാം തീയതി തോറും അച്ചൻകോവിലെത്തി ഉത്സവം കഴിയുന്നത് വരെ അവിടെ താമസിക്കുകയും അക്കാലത്ത് ബാധോപദ്രവക്കാരെയും മറ്റും അനേകം പരദേശികൾ അവിടെ വരികയും നമ്പി അവിടെ വെച്ച് മന്ത്രവാചം ചെയ്ത് അവരുടെ ബാധകളെ മറ്റും ഒഴിച്ച് സുഖപ്പെടുത്തി അയക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അതിനാൽ അക്കാലത്ത് വഴിപാടുകളായി മറ്റ് ദേവസ്വത്തിലേക്ക് വരവും വളരെ വർദ്ധിച്ചു. നമ്പി വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അച്ചൻകോവിൽ ശാസ്താവ് സാധിപ്പിച്ചു കൊടുത്തുമെന്നുകൊണ്ടേയിരുന്നു. കൊല്ലം 970 3-ാം മൊഴി കുംഭമാസെ നാട് നീങ്ങിയ കാർത്തികേയ തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഒരിക്കൽ മസൂരി ബാധിതനായി തീർന്നു. അപ്പോൾ തേവലശ്ശേരി നമ്പി മസൂരി രോഗം ആകർഷിച്ച് മാറ്റുന്നതിനുള്ള പ്രസിദ്ധമായിരുന്നതിനാൽ കൽപ്പനപ്രകാരം ആൾ വന്ന നമ്പിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. രോഗം ഏറ്റവും കടുത്തു വരികയായിരുന്നതിനാൽ തിരുമനസ്സുകൊണ്ട് അത്യന്തം അവശനായി കിടപ്പു തന്നെയായിരുന്നു. നമ്പി ആ രോഗം ആകർഷിച്ച് തൻ്റെ ദേഹത്തിലേന്മേലാക്കി.
ഉടനെ തിരുമനസ്സിലെ ദേഹത്തിന്മേലുണ്ടായിരുന്ന കുരുക്കളെല്ലാം കാണാതായി തീരുകയും തിരുമനസ്സിലേക്ക് വളരെ സുഖം തോന്നുകയാൽ അവിടെ നിന്ന് എഴുന്നേറ്റിരിക്കുകയും ചെയ്തു. എങ്കിലും നമ്പിയുടെ ദേഹത്തെല്ലാം തൽക്ഷണം കുരുകൾ കാണപ്പെടുകയും നമ്പി ഏറ്റവും പരവശനായി അവിടെ തന്നെ വീഴുകയും ചെയ്യും. അപ്പോൾ നമ്പിയുടെ ആകൃതി കണ്ടിട്ട് തിരുമനസ്സിലേക്ക് തന്നെ ഭയം തോന്നി. ഉടനെ ഇത് എനിക്ക് തന്നു മരിക്കരുത് എന്ന് കൽപ്പിച്ചു. അപ്പോൾ നമ്പി പിന്നെ ആർക്കാകാമെന്നു കൂടി കൽപ്പിക്കണം. തിരുമനസ്സുകൊണ്ട് സ്വല്പം ആലോചിച്ചിട്ട് ഇവിടെ നിന്ന് ഏകദേശം 40 നാഴിക ദൂരെ കിഴക്ക് വഴിയിലരികിലാക്കിയിട്ട് ഒരു കാവൻകൂട്ടമുണ്ട്. അവിടെ 2 പാലകൾ നിൽക്കുന്നുണ്ട്. അവയിൽ അനേകം ദുർദേവതമാർ വന്ന് താമസമാക്കിയിട്ടുണ്ട്. ആ ദേവതമാരുടെ ഉപദ്രവ നിമിത്തം പകൽ സമയത്ത് പോലും ആ വഴിയെ ജനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ നിവൃത്തിയില്ലാതായിരിക്കുന്നു. ഈ രോഗം ആകർഷിച്ച ആ പാലകളിലാക്കിയാൽ അവ നശിക്കുകയും അപ്പോൾ ആ ദുർദേവതമാർ അവിടം വിട്ടു പോവുകയും ആ വഴി ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായി തീരുകയും ചെയ്യുന്നതിനാൽ അതൊരു വലിയ ഉപകാരമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്ന് അരുളി ചെയ്തു. അപ്പോൾ നമ്പി, എന്നാൽ എന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് കൂടി കൽപ്പനയുണ്ടാകണം, എനിക്ക് നടന്നു പോകുവാൻ നിവൃത്തിയില്ലാതായിരിക്കുന്നുവെന്ന് അറിയിച്ചു. ഉടനെ കൽപ്പന പ്രകാരം ഏതാനും ആളുകൾ വന്ന് നമ്പിയെ ഒരു മഞ്ചലിലാക്കി എടുത്ത് ആ സ്ഥലത്ത് കൊണ്ടുപോവുകയും നമ്പി ആ മസൂരി രോഗത്തെ തൻ്റെ ദേഹത്തിൽ നിന്ന് ആകർഷിച്ച് ആ പാലകളിലാക്കുകയും ആ പാലകൾ 7 ദിവസം കൊണ്ട് ഉണങ്ങിയൊടിഞ്ഞ് നിലം പതിക്കുകയും ദുർവിദേവന്മാരെല്ലാം അവിടം വിട്ടു പോവുകയും ആ വഴി ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായി തീരുകയും നമ്പി സ്വസ്ഥ ശരീരനായി തിരികെ തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തു. അപ്പോഴേക്കും തിരുമനസ്സിലേക്ക് ക്ഷീണവും മറ്റും തീർന്ന് സുഖമാവുകയും ചെയ്തിരുന്നു. തിരുമനസ്സുകൊണ്ട് സന്തോഷിച്ച് നമ്പിക്ക് പല സമ്മാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തത് കൂടാതെ കൽപ്പന പ്രകാരം ഏതാനും വസ്തുക്കൾ കരമൊഴിയായി പതിച്ചു കൊടുക്കുകയും ചെയ്യും. ഈ നമ്പി പ്രസിദ്ധ യുദ്ധവിദഗ്ധന്മാരായിരുന്ന കുഞ്ചിക്കുട്ടിപ്പിള്ള, സർവ്വധാകാരിക്കാർ, കുതിരപ്പക്കക്ഷി, വൈക്കം പത്മനാഭപിള്ള എന്നിവർക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കുകയും ശത്രുക്കളുടെ ആയുധം കൊണ്ട് മരിക്കാതിരിക്കുന്നതിനായി ചില മന്ത്രങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. വേലുത്തമ്പി ദളവ അവസാന കാലത്ത് രക്ഷാമാർഗമൊന്നും ഇല്ലാതെയായപ്പോൾ വിവരം നമ്പിയെ ഗ്രഹിപ്പിക്കുകയും തേവല്ലശ്ശേരിയിൽ ചെന്നാൽ രക്ഷിച്ചുകൊള്ളാമെന്ന് നമ്പിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ദുഷ്കാല ശക്തി നിമിത്തം തമ്പിക്ക് അവിടെ എത്തിച്ചേരുവാൻ സാധിക്കായാലാണ് ഒടുക്കം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഈ തേവല്ലശ്ശേരി നമ്പിയുടെ കാലത്ത് തന്നെ താമരശ്ശേരി നമ്പി എന്ന് പ്രസിദ്ധനായിട്ടൊരു മന്ത്രവാദി ആറന്മുളയിൽ ഉണ്ടായിരുന്നു. താമരശ്ശേരി നമ്പി തേവല്ലശ്ശേരി നമ്പിയുടെ സജാതീയനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് തേവല്ലശ്ശേരി നമ്പിയെക്കുറിച്ച് പുച്ഛമായിരുന്നു. തന്നെ ജയിക്കത്തക്കവണ്ണമുള്ള യോഗ്യത തേവല്ലശ്ശേരിക്കില്ല എന്നായിരുന്നു താമരശ്ശേരിയുടെ വിചാരം. അങ്ങനെ അദ്ദേഹം ചിലപ്പോൾ ചിലരോട് പ്രസംഗവശാൽ കുറേശ്ശെ പറയാറുമുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് തേവല്ലശ്ശേരി നമ്പിയും അറിയാതിരുന്നില്ല. തേവല്ലശ്ശേരിയുമായി നേരിട്ട് കാണുവാൻ ഇടയാകരുത്, നേരിട്ട് കണ്ടാൽ നാശമുണ്ടാകുമെന്ന് ആരോ തൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞതായി താമരശ്ശേരി നമ്പി കൂടെ കൂടെ സ്വപ്നം കാണാറുണ്ടായിരുന്നു. നേരിട്ട് കണ്ടാൽ നാശമുണ്ടാകുന്നത് തേവല്ലശ്ശേരിക്കാണെന്ന് താമരശ്ശേരി നമ്പി ഈ സ്വപ്നം കൊണ്ട് മനസ്സിലാക്കിയത്. തേവല്ലശ്ശേരിയേക്കാൾ യോഗ്യത തനിക്കുണ്ടെന്നുള്ള വിചാരം മനസ്സിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയല്ലാതെ തോന്നുവാൻ തരമില്ലല്ലോ. തേവല്ലശ്ശേരി നമ്പി അന്യദേശങ്ങളിൽ പോയും സ്വദേശത്ത് വെച്ചും മന്ത്രവാദ സംബന്ധമായി പ്രതിദിനമെന്ന പോലെ ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ കീർത്തി വർദ്ധിച്ച് ഭൂലോകത്തിൽ സർവത്ര വ്യാപിച്ചു. അതിനാൽ മന്ത്രവാദത്തിനായി താമരശ്ശേരി നമ്പിയുടെ അടുക്കൽ ആരും ചെല്ലാതെയും അദ്ദേഹത്തെ ആരും എങ്ങും കൊണ്ടുപോകാതെയുമായി. അപ്പോൾ താമരശ്ശേരി നമ്പിക്ക് തേവല്ലശ്ശേരി നമ്പിയെക്കുറിച്ചുള്ള അസൂയ സഹിക്കവയ്യാതെയായി തീർന്നു. തേവല്ലശ്ശേരി നമ്പി ജീവിച്ചിരിക്കുന്ന കാലത്ത് തൻ്റെ കീർത്തിക്ക് പ്രചാരമുണ്ടാകുന്ന കാര്യം അസാധ്യമാണെന്ന് തോന്നുകയാൽ ഏതുവിധവും തേവല്ലശ്ശേരി നമ്പിയുടെ കഥ കഴിക്കണമെന്ന് താമരശ്ശേരി നമ്പി തീർച്ചപ്പെടുത്തി. നേരിട്ട് കണ്ടാൽ നാശകം ഉണ്ടാകുമെന്ന സ്വപ്നവും ഉണ്ടായിട്ടുണ്ടല്ലോ, അതിനാൽ നേരിട്ട് കാണുവാൻ മാർഗമുണ്ടാക്കണമെന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു. അതിനെന്താണ് വഴിയെന്ന് ആലോചിച്ചപ്പോൾ തേവല്ലശ്ശേരി നമ്പി ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വെളുപ്പാൻകാലത്ത് പതിവായി നെടുമ്പ്രയാറ്റ് കളരിയിലേക്ക് പോകാറുണ്ടെന്നും അത് ആറ്റിലൂടെയാണ് പതിവെന്നും അറിവ് കിട്ടി. അതിനാൽ അടുത്ത വെള്ളിയാഴ്ച വെളുപ്പാൻകാലത്ത് ജലമാർഗമായി ഒന്ന് യാത്ര ചെയ്യണമെന്ന് താമരശ്ശേരി നമ്പി നിശ്ചയിച്ചു. ഈ വിവരമെല്ലാം തേവല്ലശ്ശേരി നമ്പി എങ്ങനെയോ മനസ്സിലാക്കുകയും ചെയ്തു. എങ്കിലും അദ്ദേഹത്തിന് അതുകൊണ്ടൊന്നും കൂസലുണ്ടായില്ല. അദ്ദേഹം പതിവ് പോലെ വെള്ളിയാഴ്ച വെളുപ്പാൻകാലത്ത് നെടുമ്പ്രായറ്റിലേക്ക് പുറപ്പെട്ടു. തേവല്ലശ്ശേരി നമ്പി ഒരരകല്ല്, അതായത് അമ്മിയെടുത്തിട്ട് അതിന്മേൽ കയറി അതിൻ്റെ തലയ്ക്കൽ ഒരു പന്തവും കൊളുത്തി കുത്തിക്കൊണ്ടാണ് ആറ്റിൽ കൂടി കിഴക്കോട്ട് പുറപ്പെട്ടത്. ആ സമയത്ത് തന്നെ താമരശ്ശേരി നമ്പി കിഴക്ക് നിന്നും പടിഞ്ഞാട്ട് നിന്നും പുറപ്പെട്ടിരുന്നു. താമരശ്ശേരി നമ്പി ഒരു തൂശില വെള്ളത്തിലിട്ട് അതിന്മേൽ ഏറിയാണ് പോയിരുന്നത്. താമരശ്ശേരി നമ്പി അത്തിമൂട് എന്ന സ്ഥലത്തെത്തിയപ്പോൾ പടിഞ്ഞാറ് അസാമാന്യമായ ഒരു തേജസ് കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ തേവല്ലശ്ശേരി നമ്പിയുടെ വരവാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി.
ആ സമയം ഒഴിഞ്ഞു പോയിക്കൊള്ളണം, അല്ലെങ്കിൽ ആപത്തുണ്ടാകുമെന്ന് ആരോ വിളിച്ചു പറയുന്നതായി താമരശ്ശേരി നമ്പിക്ക് തോന്നി. ആ ദുർനിരീക്ഷ്യമായ തേജസ് കാണുകയും മേൽപ്പറഞ്ഞ വാക്കുകൾ കേൾക്കുകയും ചെയ്തപ്പോൾ താമരശ്ശേരി നമ്പിയുടെ ഹൃദയം വല്ലാതെ ഭയപരശമായി തീർന്നു. എങ്കിലും അദ്ദേഹം പിന്നെയും മുമ്പോട്ട് തന്നെ പോയി. അപ്പോഴേക്കും തേവല്ലശ്ശേരി നമ്പി വന്നെടുത്തു കഴിഞ്ഞു. തേവല്ലശ്ശേരി നമ്പിയുടെ മുഖത്തപ്പോൾ അതിഭയങ്കരമായ ഒരു തേജസ് ജ്വലിച്ചുകൊണ്ടിരുന്നു. ആ മുഖം കണ്ടപ്പോൾ താമരശ്ശേരി നമ്പിയുടെ ഭയം ശതഗുണീഭവിച്ചു. അപ്പോൾ തേവല്ലശ്ശേരി നമ്പി ഇത് ഒടുവില്ലത്തെ കാഴ്ചയാണെന്ന് പറയുകയും താമരശ്ശേരി നമ്പിയുടെ തൂശനിലയിലേക്ക് തീ പിടിച്ച് അത് ഭസ്മമായി പോവുകയും നമ്പി അവിടെ ഉണ്ടായിരുന്ന ഒരു നീർച്ചുഴിയിൽ അകപ്പെട്ട് താണുപോവുകയും ചെയ്തു. തേവല്ലശ്ശേരി നമ്പി നേരെ കിഴക്കോട്ട് ചെന്ന് നെടുമ്പ്രയാറ്റ് കളരിയിലെത്തി. വന്നിച്ചിട്ട് തിരികെ പോയി ചെങ്ങന്നൂർ പടിഞ്ഞാറേ നടയിലും ദർശനം കഴിഞ്ഞ് സ്വഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു. വെളുപ്പാൻകാലത്ത് വെള്ളത്തിൽ മുങ്ങിപ്പോയ താമരശ്ശേരി നമ്പി പിറ്റേ ദിവസം 6 നാഴിക പുലർന്നപ്പോഴേക്കും ഒരു വിധത്തിൽ ആറന്മുള ക്ഷേത്രത്തിന് വടക്കുവശത്തുള്ള കടവിലെത്തി. അപ്പോൾ അദ്ദേഹത്തിന് വലിയ തരക്കേടൊന്നും പറ്റിയിരുന്നില്ല. കരയ്ക്ക് കയറി സ്വല്പം നടന്നപ്പോഴേക്കും അദ്ദേഹം ബോധം കെട്ട് നിലത്ത് വീണു. അത് കണ്ട് ചിലർ കൂടിയെടുത്ത് അദ്ദേഹത്തിന്റെ ഗൃഹത്തിൽ കൊണ്ടു ചെന്നാക്കി. ഉടനെ പനി തുടങ്ങുകയും 3-ാം ദിവസം ദേഹത്തിൽ സർവത്ര മസൂരിക്കുരു പുറപ്പെടുകയും ചെയ്തു. 12-ാം ദിവസം അദ്ദേഹം മരിക്കുകയും അതോടുകൂടി ആ കുടുംബം അവസാനിക്കുകയും ചെയ്തു. സാധാരണ മന്ത്രവാദികൾ കൈവിഷം ഛർദ്ദിച്ചും മറ്റുമാണല്ലോ കളയുക പതിവ്. എന്നാൽ തേവല്ലശ്ശേരി നമ്പി അങ്ങനെയൊന്നുമല്ല ചെയ്യാറുള്ളത്. കൈവിഷം ഭക്ഷിച്ചിട്ടുള്ളവർ അത് കളയിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നാൽ ഒരു കരിക്ക് ചെത്തി തുളച്ച് വലിയ ദ്വാരമുണ്ടാക്കിയിട്ട് അത് ആ വിഷം ഭക്ഷിച്ചിട്ടുള്ള ആളുടെ വയറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു മന്ത്രം ജപിപ്പിക്കും. അത് കഴിഞ്ഞ് കരിക്കെടുത്ത് നോക്കിയാൽ കൈവിഷം ഏത് സാധനത്തിലാണ് അകത്ത് ചേർന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ആ സാധനം ആ കരിക്കിൻ വെള്ളത്തിൽ കാണും. അതോടുകൂടി കൈക്ക് വിഷം ഭക്ഷിച്ച ആൾക്ക് സുഖമാവുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്പിയുടെ പതിവ്. തേവല്ലശ്ശേരി നമ്പി ഒന്നാന്തരം വിഷവൈദ്യനുമായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം ഒരു വിഷവൈദ്യനും കൂടി ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ മാർഗമധ്യേ ഒരാൾ കൂടി വന്നുകൂടി. അയാളുടെ തലയിൽ ഒരു പാത്രവും അതിൽ കുറച്ച് പായസവും ഉണ്ടായിരുന്നു. 3 പേരും കൂടി കുറച്ചു ദൂരം പോയപ്പോൾ ആ പായസം തലയിൽ വെച്ചുകൊണ്ടുപോയ ആളുടെ കാലിന്മേൽ ഒരു പാമ്പ് കടിച്ചു. ഉടനെ അയാൾ, അയ്യോ ആശാനെ, എൻ്റെ കാലിന്മേൽ ഏതാനും കലിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് നമ്പി, ഓത് സാരമില്ല, വിഷം ഇപ്പോൾ ഇറക്കിക്കളയാമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ഒരു മന്ത്രം ജപിച്ച് വിഷം ഇറക്കി തുടങ്ങി. വിഷം സ്വല്പം ഇറങ്ങിയെങ്കിലും വീണ്ടും മേൽപോട്ട് കയറി തുടങ്ങി. അപ്പോൾ വിഷബാധിതൻ, അയ്യോ ആശാനെ, വിഷം മേൽപോട്ട് കയറുകയാണെന്നല്ലോ തോന്നുന്നത്. ആദ്യം എൻ്റെ പാദത്തിന്മേലായിരുന്നു വേദന, അതിപ്പോൾ മുട്ടിന്മേലായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വിഷവൈദ്യൻ തന്നെ പരീക്ഷിക്കാനാണോ അപമാനിക്കാനായിട്ടോ എന്തോ കൗശലം പ്രയോഗിക്കുന്നുണ്ടെന്ന് നമ്പി തീർച്ചയാക്കി. എന്നാൽ മേൽപോട്ട് തന്നെ കയറട്ടെ എന്ന് അദ്ദേഹം നിശ്ചയിക്കുകയും ചെയ്തു. വിഷം മുറയ്ക്ക് മേൽപോട്ട് കയറിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ വേദന എവിടെയാണ്, ഇപ്പോൾ എവിടെയാണ് എന്നിങ്ങനെ നമ്പി കൂടെ കൂടെ ചോദിക്കുകൊണ്ടും സർപ്പദർശനായ ആൾ ഇപ്പോൾ വയറ്റിൽ, ഇപ്പോൾ നെഞ്ചിൽ, ഇപ്പോൾ നെറ്റിയിൽ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുക്കം ദഷ്ടൻ, ഇപ്പോൾ വേദന ഉച്ചി, അതായത് നെറുകയിലായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്പി, എന്നാൽ തലയിലിരിക്കുന്നത് ദൂരെ കളഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. ദുഷ്ടൻ തലയിലിരുന്ന പായസം ദൂരെ കളയുകയും ചെയ്തു. അപ്പോൾ നമ്പി, ഇപ്പോൾ എവിടെയെങ്കിലും വേദന തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, സുഖമായി എന്ന് ദഷ്ടൻ പറഞ്ഞു. ഉടനെ നമ്പി, എന്നാൽ പൊയ്ക്കൊള്ളൂ, ഇനി ഭയപ്പെടേണ്ടതൊന്നുമില്ല, വിഷമിറങ്ങിപ്പോയി എന്ന് പറയുകയും ദഷ്ടൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ആ വിഷവൈദ്യൻ നമ്പിയോട് തലയിലിരുന്നത് ദൂരെ കളയുവാൻ പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചു. നമ്പി പറഞ്ഞു, വിഷം ശിരസിലായി എന്നറിഞ്ഞപ്പോൾ ഞാനത് അവിടെ നിന്ന് ആകർഷിച്ചത് പായസത്തിലേക്കാക്കി. പിന്നെ ആ പായസം ആരെങ്കിലും ഭക്ഷിച്ചാൽ മരിച്ചു പോകുമല്ലോ, അതുകൊണ്ടാണ് അത് ദൂരെ കളഞ്ഞേക്കാൻ പറഞ്ഞത്. വൈദ്യൻ പറഞ്ഞു, അത് ഞാൻ വിചാരിച്ചില്ല. വിഷം ശിരസിൽ കയറിയാൽ പിന്നെ ഇറക്കുവാൻ സാധിക്കുകയില്ലല്ലോ. ദഷ്ടൻ മരിക്കുകയും ചെയ്യുമായിരുന്നു എൻ്റെ വിചാരം. നമ്പി പറഞ്ഞു, ഒന്ന് വിചാരിച്ചാൽ അവസാനം വരെ വിചാരിക്കുകയും ഒന്ന് ചെയ്താൽ അവസാനം വരെ ചെയ്യുകയും ചെയ്യാത്തവരെയാണ് ജനങ്ങൾ മുറിവൈദ്യന്മാർ എന്ന് പറയുന്നത്. ഇത് കേട്ട് വിഷവൈദ്യൻ ഏറ്റവും ലജ്ജിതനാവുകയും എല്ലാം കൊണ്ടും ആശോനോട് മുടക്കം തന്നെ ശിരസിൽ കയറിയ വിഷം അവിടെ നിന്ന് ആകർഷിച്ചെടുത്തു കളയുക എന്നൊരു വിദ്യയുണ്ടെന്ന് ഞാനിതുവരെ അറിയുകയും വിചാരിക്കുകയും ചെയ്തിരുന്നില്ല എന്ന് പറയുകയും ചെയ്തിട്ട് പോയിട്ടും എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. തേവല്ലശ്ശേരി നമ്മിയുടെ ഗൃഹത്തിന് സമീപം ഒരു പോറ്റിയുടെ മഠത്തിൽ ഒരു പുത്തൻ തിരുവാതിരക്കളി, അതായത് വേലി കഴിച്ച് കുടിച്ചു വിട്ടിട്ട് ആദ്യത്തെ ധനുമാസത്തിൽ തിരുവാതിരയ്ക്ക് സ്വജനങ്ങളുടെ മഠങ്ങളിൽ നിന്ന് ദേശക്കാരുടെ വീടുകളിൽ നിന്നും സ്ത്രീകളാരും പോകരുതെന്ന് വേറൊരു പോറ്റി വിരോധിച്ചു. അദ്ദേഹം ഒരു പ്രബലനായിരുന്നതിനാൽ അതെല്ലാവരും സമ്മതിക്കുകയും ചെയ്തു. പുത്തൻ തിരുവാതിരയ്ക്ക് സ്ത്രീകൾ ധാരാളമായി കൂടുകയും തിരുവാതിര കളിക്കുകയാണല്ലോ പ്രധാനമായിട്ട് വേണ്ടത്. അതിനുള്ള സ്ത്രീകളാരും ചെല്ലായികയെന്നറിഞ്ഞപ്പോൾ പുത്തൻ തിരുവാതിര നടത്തേണ്ടിരുന്ന മഠത്തിലെ പോറ്റിമാർക്കും അന്തർജനങ്ങൾക്കും വലിയ കുണ്ഠിതമുണ്ടായി. ഈ വിരോധിച്ച പോറ്റി അടിയന്തരക്കാരൻ പോറ്റിയുടെ ഒരു ചാർച്ചക്കാരനായിരുന്നു.
ഈ അടിയന്തരക്കാരൻ തിരുവാതിര ഏതെല്ലാം പ്രകാരമാണ് ആഘോഷിക്കേണ്ടതെന്ന് ആ ചാർച്ചക്കാരനുമായി ആലോചിക്കാതെയാണ് നിശ്ചയിച്ചത്. അത് ചാർച്ചക്കാരൻ പോറ്റിക്ക് രസിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാവരെയും വിരോധിച്ചത്. എന്നാൽ ഈ അടിയന്തരക്കാരൻ പോറ്റി ചെന്ന് മറ്റേ പോറ്റിയോടൊന്ന് പറഞ്ഞാൽ എല്ലാവരെയും പറഞ്ഞയച്ചേക്കാമെന്ന് അദ്ദേഹത്തിന് സമ്മതമുണ്ടായിരുന്നു. എങ്കിലും അത് അടിയന്തരക്കാരൻ പോറ്റിക്ക് സമ്മതമായില്ല. എന്തെല്ലാം ദോഷങ്ങൾ വന്നാലും അയാളെ ചെന്ന് ആശ്രയിക്കുവാൻ കഴിയുകയില്ല എന്നായിരുന്നു അടിയന്തരക്കാരൻ്റെ വിചാരം. അതിനാൽ അദ്ദേഹം തേവല്ലശ്ശേരി നമ്പിയുടെ അടുക്കൽ ചെന്ന് വിവരമെല്ലാം ഗ്രഹിപ്പിക്കുകയും ഇതിലേക്ക് എന്തെങ്കിലും നിവൃത്തി ഉണ്ടാക്കി കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അത് കേട്ട് നമ്പി, ആട്ടെ പോയിക്കോളൂ, കളി തുടങ്ങുവാനുള്ള സമയമാകുമ്പോൾ കളിക്ക് വേണ്ടുന്നവരെല്ലാം അവിടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വേണ്ടുന്നവരെയെല്ലാം സമാധാനപ്പെടുത്തി അയച്ചു. നമ്പി പറഞ്ഞതുപോലെ തന്നെ കളി തുടങ്ങുവാനുള്ള സമയമായപ്പോഴേക്കും ആ ദിക്കിലുണ്ടായിരുന്ന അന്തർജനങ്ങളും ദേശക്കാരുടെ വീടുകളിലെ സ്ത്രീജനങ്ങളും എല്ലാം അവിടെ എത്തുകയും ഉടനെ തിരുവാതിര കളി തുടങ്ങുകയും ചെയ്തു. പാട്ട് കേട്ട് അവിടെ അടുത്തുള്ള ഒരു വടത്തിലെ ഒരു പോറ്റി അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ ദിക്കിലുള്ള സ്ത്രീജനങ്ങളെല്ലാം അവിടെ കളിക്കുന്നതായി കണ്ടു. എന്നു മാത്രമല്ല, കളിയിൽ പ്രാധാന്യം വഹിച്ചിരുന്നത് ആരും പോകരുതെന്ന് വിരോധിച്ച പോറ്റിയുടെ അന്തർജനവുമായിരുന്നു. ഇത് കണ്ട ആ പോറ്റി ആ വിരോധിച്ച പോറ്റിയുടെ മഠത്തിലെത്തി അദ്ദേഹത്തെ കണ്ട്, ഹേ, അങ്ങ് നല്ല ചതിവാണല്ലോ പറ്റിച്ചത്. പുത്തൻ തിരുവാതിരയ്ക്ക് ആരും പോകരുതെന്ന് അങ്ങ് പറഞ്ഞനുസരിച്ചാണല്ലോ ഞങ്ങളുടെ പടത്തിൽ നിന്ന് അന്തർജനങ്ങളാരും പോകാതിരുന്നത്. ഇവിടെ നിന്ന് അന്തർജനങ്ങളെയൊക്കെ പറഞ്ഞയക്കുകയും ചെയ്തു. ആ മടക്കാർക്ക് ഞങ്ങളോട് വെറുതെ വിരോധമുണ്ടാക്കി തീർക്കുവാനല്ലേ അങ്ങ് ഈ വിദ്യ പ്രയോഗിച്ചത്? ഇതൊട്ടും മര്യാദയായില്ല എന്നും മറ്റും പറഞ്ഞു. അപ്പോൾ ആ മഠത്തിലെ അന്തർജനങ്ങളെല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നതിനാൽ ആ പോറ്റി, താൻ എന്ത് അസംബന്ധമാണ് പറയുന്നത്? ഇവിടെയുള്ളവരൊക്കെ ഇവിടെ തന്നെയുണ്ട്, അവരാരും എങ്ങും പോയിട്ടില്ല എന്ന് പറഞ്ഞു. അസംബന്ധമല്ലേ ഹേ, ഇവിടുത്തെ അന്തർജനം അവിടെ തിരുവാതിര കളിക്കുന്നത് സത്യമായിട്ടും എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടതാണ് എന്ന് മറ്റേ പോറ്റി പറഞ്ഞു. അപ്പോൾ ആ മഠത്തിലെ പോറ്റി തോന്നിയാതെ അന്തർജനങ്ങൾ പുത്തൻ തിരുവാതിര സ്ഥലത്ത് പോവുകയും ക്ഷണത്തിൽ തിരികെ പോരുകയും ചെയ്തതായിരിക്കുമോ എന്ന് സംശയിച്ച് അന്തർജനങ്ങളോട് ചോദിച്ചിട്ട് അവരാരും അന്നേ ദിവസം മഠത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്ന് സത്യം ചെയ്തു പറഞ്ഞു. ആകപ്പാടെ പോറ്റിമാർക്ക് വലിയ സംശയമായി തീർന്നു. എന്നാൽ നമുക്ക് ആ തിരുവാതിരക്കളി നടക്കുന്ന സ്ഥലത്ത് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് പോറ്റിമാർ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ രണ്ടുപേരുടെ അന്തർജനങ്ങളും അവിടെ തിരുവാതിര കളിക്കുന്നുണ്ടായിരുന്നു. അവർ തിരികെ അവരുടെ മഠത്തിൽ ചെന്നപ്പോൾ അവരുടെ അന്തർജനങ്ങളെങ്ങും പോയിരുന്നുമില്ല. ആ രണ്ട് സ്ഥലത്തുമുണ്ടായിരുന്ന ആ പോറ്റിമാർ പിന്നെ മഠങ്ങളിലും വീടുകളിലും പോയി അന്വേഷിച്ചു. ആരുമെങ്ങും പോയിരുന്നില്ല. എല്ലാവരും അവരുടെ ഗ്രഹങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. വീണ്ടും പുത്തൻ തിരുവാതിര സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ സ്വദേശത്തുള്ള തിരുവാതിര കളിക്കുന്നതായിട്ട് കണ്ടു. ആകപ്പാടെ ആ പോറ്റിമാർ അത്ഭുത പരവശന്മാരായി തീർന്നു. അവർ ഈ വിവരം ദിക്കുകളിലുള്ള മറ്റ് ജനങ്ങളെയും അറിയിച്ചു. എല്ലാവരും അവരവരുടെ ഗ്രഹങ്ങളിലുള്ള സ്ത്രീകൾ അവരവരുടെ ഗ്രഹങ്ങളിലും തിരുവാതിര കളി സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്നതായി കണ്ടു വിസ്മയിച്ചു. ഒടുക്കം ഇത് തേവല്ലശ്ശേരി നമ്പി തൻ്റെ ഇന്ദ്രജാല വിദ്യ കൊണ്ട് ജനങ്ങളെ ഭ്രമിപ്പിക്കുന്നതാണെന്നറിഞ്ഞ് എല്ലാവരും സമാധാനപ്പെട്ടു. ഒരിക്കൽ വിടനും രസികനുമായ ഒരു നമ്പൂരി തേവല്ലശ്ശേരി നമ്പിയോട് യക്ഷികളുടെ ധ്യാനം പല വിധത്തിൽ കാണുന്നുണ്ട്, ആ ധ്യാനപ്രകാരം അവരെ കാണുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. നമ്പി മറുപടിയായിട്ട്, യക്ഷികളെ കാണുവാൻ സാധിക്കും, അവരുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചാൽ അപകടമായി തീരുകയും ചെയ്യും. നമ്പൂതിരി പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ഭ്രമവും മറ്റും ഉണ്ടാകുകയില്ല, സാധിക്കുമെങ്കിൽ ഒരു യക്ഷിയെ കാണിച്ചു തന്നാൽ കൊള്ളാം. നമ്പി പറഞ്ഞു, ഒന്നെന്ന് വയ്ക്കണ്ട, ധാരാളം കാണിച്ചു തരാം. ഇന്ന് 10 നാഴിക ഇരുട്ടുമ്പോൾ കാണാം, പ്രതീക്ഷിച്ചിരുന്നു കൊള്ളുക. അപകടത്തിൽ ചാടാതെ പ്രത്യേകം സൂക്ഷിച്ചുകൊള്ളണം. നമ്പൂരി അത്താരം കഴിഞ്ഞ് ശയനഗൃഹത്തിലെത്തി കാത്തിരക്കും. ഏകദേശം 10 നാഴിക രാത്രിയായപ്പോൾ ചില സുരഭില സുഗമകളോട് കളഭം, കസ്തൂരി മുതലായവയുടെയും സൗരഭ്യം വരുന്നതായി നമ്പൂരിക്ക് തോന്നി. ഉടനെ സർവാംഗ സുന്ദരിയും നവയൗവന യുക്തവുമായ ഒരു സ്ത്രീവാതിൽ തുറന്ന് മുറിക്കകത്തേക്ക് കിടന്നു വരുന്നത് അദ്ദേഹം കണ്ടു. അപ്പോൾ തന്നെ അദ്ദേഹം കാമപരവശനായി തീർന്നു. സ്വല്പം കഴിഞ്ഞപ്പോൾ ലാവണ്യ സമ്പൂർണകളായ അനേകം യുവതികൾ പിന്നാലെയായി അവരുടെ ചെന്ന് കയറി. നമ്പൂരി ഇരുന്നിരുന്ന കട്ടിലിനും ചുറ്റും ചെന്ന് നിൽപ്പായി. അദ്ദേഹം വല്ലാതെ കുഴങ്ങി. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമിച്ചു. ഒടുക്കം അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് ആദ്യം വന്ന സ്ത്രീയോട്, ഇവരൊക്കെ എന്തിനാണ് വന്നത്? ഇത്ര വളരെ ആളുകൾ ഇവിടെ ആവശ്യമില്ല, ഇവിടെ നീ മാത്രം മതി, മറ്റവരൊക്കെ പറഞ്ഞയക്കുക എന്ന് പറഞ്ഞു. നമ്പൂരി ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നാലെ വന്ന സ്ത്രീകളെല്ലാം അദൃശ്യകളായി തീർന്നു. ആദ്യം വന്ന സ്ത്രീ മാത്രം പിന്നെയും അവിടെ തന്നെ നിന്നിരുന്നു. അപ്പോൾ നമ്പൂരി ഈ കട്ടിലിൽ ഇരിക്കുക എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ പിടിച്ചിരുത്തുവാനായി കൈനീട്ടി. ആ സമയം ആ സ്ത്രീയുടെ മുഖഭാവം പെട്ടെന്ന് മാറുകയും അവൾ അതിഭയങ്കരാകൃതിയായി തീരുകയും ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് കൈ നിവർത്തി നമ്പൂരിയുടെ ചെകിടത്ത് ഒരു അടിവ് വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. നമ്പൂരി അടികൊണ്ട ക്ഷണത്തിൽ ബോധരഹിതനായി നിലത്തു വീണു. നേരത്തോട് നേരം കഴിഞ്ഞാട്ടേ അദ്ദേഹത്തിന് ബോധം വീണുള്ളൂ. ബോധം വീണ് എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ പല്ലൊന്നും ഉണ്ടായിരുന്നില്ല. പല്ലെല്ലാം നിലത്ത് കിടന്നിരുന്നു. എന്നാൽ രക്തം ഒരു തുള്ളി പോലും പോയിരുന്നുമില്ല. ബോധം വീണ് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്പി പറഞ്ഞിരുന്നത് നമ്പൂതിരി ഓർത്തത്.
ആ സ്ത്രീകളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ബുദ്ധി വല്ലാതെ ഭ്രമിച്ചു പോയിരുന്നതിനാൽ നമ്പി പറഞ്ഞിരുന്നതൊന്നും മറ്റും അദ്ദേഹം ഓർത്തില്ല. ഒരിക്കൽ മണ്ണടിക്കാവിൽ ഭഗവതിയുടെ സങ്കേതത്തിൽ ഉൾപ്പെട്ട ഒരു ഗ്രഹത്തിൽ ഒരു സ്ത്രീക്ക് ചില ബാധോപദ്രവങ്ങൾ ഉണ്ടായിത്തീർന്നു. ഈ ഉപദ്രവങ്ങൾ നിമിത്തം ഗർഭം ധരിക്കാതെയും ഈ സ്ത്രീ പ്രവസിച്ചിട്ടില്ലാതെ ആ ഗ്രഹത്തിൽ സന്താനം ഉണ്ടാകുന്നതുവരെ വേറെ മാർഗമില്ലാതെയും ഇരുന്നു. ആ സങ്കേതത്തിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ബാധോപദ്രവങ്ങൾ ഉണ്ടായാൽ കാവിൽ ചെന്ന് ഭഗവതിയെ ഭജിച്ച് പാർക്കുകയാണ് പതിവ്. അവിടെ ഭസ്മമിട്ട് ബാധകളെ ഒഴിക്കുകയല്ലാതെ അവിടെ ആരും മന്ത്രവാദികളുണ്ടെന്നും അതൊന്നും ചെയ്യിപ്പിക്കുകയും മന്ത്രവാദികൾ അവിടെ വന്ന് എന്തെങ്കിലും ചെയ്യുകയും പതിവില്ല. അതിനാൽ മേൽപ്പറഞ്ഞ വീട്ടുകാർ ഈ സ്ത്രീയെ കീഴ്മര്യാദ പ്രകാരം കാവിൽ കൊണ്ടുചെന്ന് ഭജനമിരുത്തി 12 ദിവസത്തെ ഭജനം കഴിഞ്ഞപ്പോൾ കാമ്പിത്താൻ തുള്ളി ഭസ്മമിട്ട് ഓരോ ബാധകളെ പ്രത്യേകം സത്യം ചെയ്യിപ്പിച്ച് ഒഴിച്ചു. ഒടുക്കം ഒരു ബാധ മാത്രം ശേഷിച്ച്. അതൊരു ഗന്ധർവനായിരുന്നു. കാമ്പിത്താൻ വളരെ ശ്രമിച്ചിട്ടും ആ ഗന്ധർവൻ ഒഴിഞ്ഞുപോയില്ല. ഒടുക്കം ഒരു സ്ത്രീ തുള്ളി, ഞാനൊരു ഗന്ധർവനാണ്, ഞാൻ ഈ ദേഹവും കൊണ്ടല്ലാതെ ഒഴിഞ്ഞു പോവുകയില്ല, എന്നെ ഒഴിച്ചുവിടുവാനായി ആരും ശ്രമിക്കേണ്ട, തേവല്ലശ്ശേരി നമ്പി വന്നാലും എന്നെ ഒഴിച്ചുവിടുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തുള്ളിക്കൊണ്ട് നിന്ന കാമ്പിത്താൻ എന്നാൽ തേവല്ലശ്ശേരിയിൽ തന്നെ കൊണ്ടുപോകണം, നമ്പി ഈ ഗന്ധർവനെ ഒഴിച്ചുവിടുമെന്ന് കൽപ്പിച്ചു. ആ സ്ത്രീയുടെ വീട്ടുകാർ ആ വിവരം നമ്പിയെ അറിയിച്ചപ്പോൾ ആ സ്ത്രീയെ ഇവിടെ കൊണ്ടുവരേണ്ട, ഇവിടെ വെച്ച് ഗന്ധർവനെ ഒഴിക്കുന്ന കാര്യം അസാധ്യമാണ്, വേണമെങ്കിൽ ഞാൻ അവിടെ വന്ന് ശ്രമിച്ചു നോക്കാം എന്നാണ് നമ്പി പറഞ്ഞത്. അപ്പോൾ ആ വീട്ടുകാർക്ക് വലിയ സംശയമായി. മണ്ണടിക്കാവിൽ ഭഗവതിയുടെ സങ്കേതത്തിൽ വെച്ച് ആരെങ്കെ കൊണ്ട് മാത്രം മന്ത്രം ചെയ്യിപ്പിക്കാറില്ലല്ലോ, ആ സ്ഥിതിക്ക് നമ്പി അവിടെ കൊണ്ടുപോയി മന്ത്രവാദം ചെയ്യിപ്പിക്കുന്നത് ഭഗവതിക്ക് സീതമാകുമോ എന്നായിരുന്നു അവരുടെ സങ്കേതം. ഇതിനെക്കുറിച്ച് കൽപ്പന കേൾക്കുന്നതിനായി അവർ കാവിൽ ചെന്ന് മുട്ടുപാട്ടിരുന്നു. അപ്പോൾ കാമ്പിത്താൻ തുള്ളി, എൻ്റെ സങ്കേതത്തിൽ വെച്ച് തേവല്ലശ്ശേരി നമ്പി എന്ത് ചെയ്യുന്നതും എനിക്ക് സമ്മതവും സന്തോഷവുമാണ്, മറ്റൊരു മന്ത്രവാദി ഇവിടെ വന്നൊന്നും ചെയ്യുവാൻ പാടില്ലെന്ന് മാത്രമേ എനിക്ക് നിർബന്ധമുള്ളൂ എന്ന് കൽപ്പിച്ചു. ആ വീട്ടുകാർ ഈ വിവരവും നമ്പിയെ അറിയിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു ചാർത്തെഴുതി കൊടുക്കുകയും ദിവസം നിശ്ചയിച്ച് പറഞ്ഞയക്കുകയും ചെയ്തു. വീട്ടുകാർ ചാർത്തിൻ പ്രകാരമുള്ള ഉപകരണങ്ങളെല്ലാം ശേഖരിച്ചു വെച്ചു. നിശ്ചിത ദിവസം വെളുപ്പാൻ കാലത്ത് നമ്പി അവിടെ എത്തി. പ്രായാധിക്യം കൊണ്ട് നടക്കുവാൻ പ്രയാസമായിരുന്നതിനാൽ മണികണ്ഠന്റെ കഴുത്തിൽ കയറിയാണ് അദ്ദേഹം അവിടെ എത്തിയത്. ചെന്നയുടനെ കുളിയും നിത്യകർമാനുഷ്ഠാനാദികളും കഴിച്ച് നമ്പി കാവിലെത്തി ഭഗവതിയെ സേവിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അന്ന് പകല് രാത്രി മുഴുവനും ക്ഷേത്ര ഉപവാസവുമായി അവിടെ തന്നെ ഇരുന്നതേയുള്ളൂ. അന്ന് ജലപാനം പോലും അദ്ദേഹം കഴിച്ചില്ല. ഭഗവതിക്ക് വഴിപാടായ ഒരു കൂട് പായസ നിവേദ്യവും പുഷ്പാഞ്ജലിയും നടത്തുകയും ചെയ്തു. പിറ്റേ ദിവസം വെളുപ്പാൻ കാലത്തെ കുളിയും നിത്യകർമാദികളും കഴിച്ച് നമ്പി മന്ത്രവാദത്തിന് നിശ്ചയിച്ചിരുന്ന സ്ഥലത്തെത്തി. ആ വീട്ടുകാരുടെ വക ഒരു മഠത്തിൽ വെച്ചാണ് മന്ത്രവാദം നടത്തുവാൻ നിശ്ചയിച്ചിരുന്നത്. നമ്പി അവിടെ ചെന്നയുടനെ ഒരു ത്രികാല പൂജയ്ക്ക് പത്മമിട്ട് വിളക്ക് വെച്ചു. പൂജ ആരംഭിക്കുകയും അഷ്ടദ്രവ്യം കൂട്ടി ഒരു ഗണപതി ഹോമം കഴിക്കുകയും, ഉച്ചപൂജയായപ്പോൾ ആ സ്ത്രീ തുള്ളി, എന്നെ ഒഴിച്ചുവിടുവാനായി ഭ്രമിക്കരുത്, ഞാൻ ഈ ശരീരത്തോടു കൂടി അല്ലാതെ ഒഴിഞ്ഞു പോവുകയില്ല, അങ്ങനെയല്ലാതെ എന്നെ ഒഴിച്ചാൽ ഞാൻ ശപിക്കും എന്നും മറ്റും പറഞ്ഞു തുടങ്ങി. നമ്പി അതൊന്നും കേട്ടതായി ഭാവിക്കുക പോലും ചെയ്തില്ല. ഉച്ചപൂജയും പുഷ്പാഞ്ജലിയും കഴിഞ്ഞപ്പോൾ നമ്പി വീട്ടുകാരോട് വൈകുന്നേരത്തെ പൂജയ്ക്ക് നിവേദ്യത്തിന് 36 ഇടങ്ങഴി പാലും 36 നേരത്തെ പാലും പഞ്ചസാരയും കൂടി വേണം, ഇത്രയും പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ, അതൊക്കെ ഉണ്ടാക്കാം, അവിടെ ഊണ് കഴിക്കണം, ഇന്നലത്തെ തന്നെ ആഹാരമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, ഭക്ഷണത്തിന് വേണ്ടതെല്ലാം ബ്രാഹ്മണരെ കൊണ്ട് തയ്യാറാക്കിച്ചിട്ടുണ്ട്, അവിടെ നീ വയസ്സുകാലത്ത് ഇവിടെ വന്ന് പട്ടിണി കിടക്കുന്നത് ഞങ്ങൾക്ക് വലിയ സങ്കടമാണ് എന്ന് പറഞ്ഞു. നമ്പി അതിന്, ഞാൻ ഉണ്ണാനായിട്ടല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾ എന്നെ വരുത്തുകയും ഞാൻ ഇവിടെ വരികയും ചെയ്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം സാധിച്ചല്ലാതെ ഞാൻ ഊണ് കഴിക്കുകയില്ല എന്നാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം ആഹാരമൊന്നും കഴിക്കാതെ തന്നെ ജപിച്ചുകൊണ്ടിരുന്നു. നേരം വൈകിയപ്പോൾ നമ്പി പോയി കുളിച്ച് സന്ധ്യാദി വന്ദനാദികളെല്ലാം കഴിച്ചു വന്നു. പൂജയ്ക്ക് ആദ്യം നിശ്ചയിച്ചിരിക്കുന്ന നിവേദ്യങ്ങളും 36 ഇടങ്ങഴി പാൽ കാച്ചി പഞ്ചസാരയിട്ട് അതിൽ തയ്യാറാക്കി വെച്ചു. പൂജയ്ക്ക് വിളക്ക് വെച്ചിരുന്ന മുറിയുടെ വാതിൽക്കൽ പുറത്തായി ഉമ്മിച്ചാരം കൊണ്ട് ഒരു ചക്രം വരച്ച് അതിൽ പിണിയാളെ, അതായത് ബാധോപദ്രവമുള്ള സ്ത്രീയെ ഇരുത്തിയിട്ട് അദ്ദേഹം മുറിക്കകത്തേക്ക് കയറി വാതിലടച്ചിരുന്ന് പൂജ തുടങ്ങി. ഏകദേശം 7:30 നാഴിക ഇരുട്ടിയപ്പോഴേക്കും പൂജയും പുഷ്പാഞ്ജലിയും കഴിഞ്ഞ് നമ്പി മുറിയുടെ വാതിൽ തുറന്നു. ഉടനെ അദ്ദേഹം കുറെ തീർത്ഥവും പ്രസാദവും അക്ഷതവും കൂടി എടുത്ത് ഭയങ്കരമായൊരു ഹുങ്കാരത്തോടു കൂടി പിണിയാളിയുടെ മുഖത്തേക്ക് ഇറങ്ങി. ഉടനെ പിണിയാൾ തുള്ളിത്തുടങ്ങി. അപ്പോഴേക്കും കാവിൽ നിന്ന് കാമ്പിത്താനും തുള്ളിക്കൊണ്ട് അവിടെ എത്തി. പിണിയാൾ അപ്പോൾ പറഞ്ഞു, അയ്യോ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. നമ്പി അപ്പോൾ കാച്ചി പഞ്ചസാരയിട്ട് വെച്ചിരിക്കുന്ന പാലെടുത്ത് പിണിയാളുടെ അടുക്കൽ വെച്ചു കൊടുത്തു. പിണിയാൾ ആ 36 ഇടങ്ങഴി പാൽ മുഴുവനും കുടിച്ചു കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ ഇത് മതി, തൃപ്തിയായി, സന്തോഷമായി, എങ്കിലും ഞാൻ ഈ ദേഹത്തെ വിട്ടൊഴിഞ്ഞു പോവുകയില്ല, അതിനായിട്ട് നിർബന്ധിക്കുകയും അരുത് എന്ന് പറഞ്ഞു. അപ്പോൾ കാമ്പിത്താൻ, എൻ്റെ നമ്പിയെ പരീക്ഷിക്കരുതാ,
ക്ഷണത്തിൽ ഈ ദേഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് നല്ലത്, അല്ലെങ്കിൽ നമ്പി ഉപദ്രവിക്കും. ഒടുക്കൽ സന്താപത്തോടും അപമാനത്തോടും കൂടി പോകേണ്ടതായി വരും. ഇപ്പോഴാണെങ്കിൽ സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടി പോകാമെന്ന് കൽപ്പിച്ചു. ഉടനെ പിണിയാൽ, നമ്പി അത്ര യോഗ്യനാണോ? എന്നാൽ അതൊന്നറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് മന്ത്രസാരം, യന്ത്രസാരം, പ്രയോഗസാരം, പ്രപഞ്ചസാരം എന്ന് പറഞ്ഞിട്ട് ചില ഗൂഢ അർത്ഥങ്ങളെപ്പറ്റി നമ്പിയോട് ചോദ്യം തുടങ്ങി. ഗന്ധർവന്റെ ചോദ്യങ്ങൾക്കെല്ലാം നമ്പി ശരിയായിട്ട് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഗന്ധർവൻ, ഇത്രയും പഠിപ്പും മറ്റും യോഗ്യതകളും തികഞ്ഞൊരു മന്ത്രവാദി 500 വർഷത്തിനപ്പുറം ഭൂലോകത്തിൽ ഉണ്ടായിട്ടില്ലെന്നുള്ളതിന് സംശയമില്ല. ഇപ്രകാരം യോഗ്യനായിരിക്കുന്ന ഇദ്ദേഹവുമായി പിണങ്ങേണ്ടി വന്നതിനാൽ എനിക്ക് വളരെ മനസ്താപമുണ്ട്. എന്നാലും താങ്കൾ ഇത്രയും മഹാനായതുകൊണ്ട് എന്നെ ഉപദ്രവിക്കാതെ മടങ്ങിപ്പോകുന്നതാണ് നല്ലത്. ഇദ്ദേഹവുമായി പിണങ്ങേണ്ടി വന്നാൽ അത് നല്ലതിനാവില്ല. എന്നെ ഉപദ്രവിക്കാനാണ് ഭാവിക്കുന്നതെങ്കിൽ ഞാൻ ശപിക്കുകയും ചെയ്യും. ഈ ദേഹത്തെ വിട്ട് ഞാൻ പോവുകയുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം കർണാനന്ദകരമാകും വണ്ണം ചില ദിവ്യരാഗങ്ങൾ ആലപിക്കുകയും മനോഹരമായ ചില ഗീതങ്ങൾ പാടുകയും ഇടയ്ക്കിടെ പുഞ്ചിരിക്കുകയും മറ്റും ചെയ്തു തുടങ്ങി. നമ്പി പറഞ്ഞു, ഈ വക വിദ്യകൾ കൊണ്ടൊന്നും വിരണ്ടു പോകുന്നവനല്ല ഞാൻ. എനിക്ക് ശാപത്തെക്കുറിച്ചും മറ്റു ലേശം പോലും ഭയമില്ല. ഈശ്വരവിധിയെപ്പോലെ അല്ലാതെ ഒന്നും വരികയില്ലെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. എൻ്റെ ശിരസിൽ എഴുതിയതിനെ മാറ്റുവാൻ ഇനി ആര് വിചാരിച്ചാലും സാധിക്കുകയുമില്ല. അതിനാൽ വേഗത്തിൽ ഈ ദേഹത്തെ വിട്ട് പൊയ്ക്കൊള്ളുകയാണ് നല്ലത്. മനസ്സോടുകൂടി പോകാത്ത പക്ഷം ഞാൻ ആനയിക്കും. ഗന്ധർവൻ പറഞ്ഞു, അയ്യോ, ഇത് സങ്കടമാണ്. ഞാൻ പോകണമെന്ന് നിർബന്ധിതമാകണമെങ്കിൽ ഒരു 3 വർഷത്തെ അവധി എനിക്ക് തരണം. 3 വർഷം കഴിഞ്ഞാൽ ഈ ദേഹം വിട്ട് ഞാൻ പൊയ്ക്കൊള്ളാം. അതിനനുവദിക്കണം. നമ്പി പറഞ്ഞു, അനുവദിക്കുകയില്ല. 3 വർഷമെന്നല്ല, 3 നാഴിക പോലും ഇനി ഈ ദേഹത്തിലിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്പി ഉമ്മിച്ചാരം കൊണ്ട് അവിടെ ഒരു ചക്രം വരച്ചിട്ട് ഒരു ചൂരൽ വടി എടുത്ത് ജപിച്ച് ആ ചക്രത്തിൽ 3 അടി അടിച്ചു. അപ്പോൾ ഗന്ധർവൻ, അയ്യോ, ഞാൻ പൊയ്ക്കൊള്ളാമേ. അങ്ങയുടെ മന്ത്രശക്തിയെ തടുക്കുന്നതിനും സഹിക്കുന്നതിനും ഞാൻ ശക്തനല്ല. നിർബന്ധപൂർവം എന്നെ ഇങ്ങനെ ദണ്ഡിച്ചയക്കുന്നതുകൊണ്ട് അങ്ങയ്ക്ക് സന്തതി ഉണ്ടാവാതെ പോകട്ടെ. അങ്ങയുടെ വംശം അങ്ങയുടെ കാലാവസാനത്തോടുകൂടി നശിച്ചു പോകട്ടെ എന്ന് ശപിച്ചു. നമ്പി പറഞ്ഞു, ഈ ശാപം ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എനിക്കിപ്പോൾ വയസ്സ് 75 ആയിരിക്കുന്നു. ഇതുവരെ നിത്യബ്രഹ്മചാരിയായി ജീവിച്ച ഞാൻ ഇനി വിവാഹം കഴിക്കണമെന്നോ സന്തതി ഉണ്ടാകണമെന്നോ വിചാരിച്ചു വന്നതേയല്ല. എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ ഞാനല്ലാതെ ആരുമില്ലാതാണ്. അതിനാൽ വിചാരിച്ചിരിക്കാത്ത ആപത്തൊന്നും ഈ ശാപം കൊണ്ട് എനിക്കുണ്ടായിട്ടില്ല. ഇനി സത്യം ചെയ്ത് ഒഴിഞ്ഞു പോയിക്കൊള്ളുക. പോകുന്നില്ലെങ്കിൽ ഇനി ഞാൻ ചില വിദ്യകൾ കൂടി പ്രയോഗിക്കും. ഗന്ധർവൻ പറഞ്ഞു, അയ്യോ വേണ്ട, ഞാൻ പോയിക്കൊള്ളാം. ഞാനിതാ ഈ ദേഹത്തിൽ നിന്നും വിട്ടുമാറുന്നു. ഇനി ഒരു കാലത്തും ഞാൻ ഈ ദേശത്തെയും ഈ കുടുംബത്തെയും ബാധിക്കുകയില്ലെന്ന് മാത്രമല്ല, ഈ ദേശത്ത് കടക്കുക പോലും ചെയ്യില്ല. ഇത് സത്യം, സത്യം, സത്യം. സത്യം ചെയ്ത് കഴിഞ്ഞതോടും കൂടി പിണിയാൾ പിന്നാക്കം മലർന്നു വീണു. ഉടനെ ആ ഗ്രഹത്തിലുണ്ടായിരുന്ന പടിപ്പുരയും പുറത്തേക്ക് മറിഞ്ഞു വീണു. അത് ഗന്ധർവൻ പോയ പോക്കിന് തെറ്റ് തന്നെയാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഗന്ധർവൻ പോയപ്പോൾ കാമ്പിത്താൻ്റെ തുള്ളലിൽ നിന്നു. ആ വീട്ടുകാർ നമ്പിക്ക് 1000 പണി ദക്ഷിണയായും മറ്റനേകം സമ്മാനങ്ങളും കൊടുത്തു. ആ പണം മുഴുവനും നമ്പി മണ്ണടിക്കാവിൽ ഭഗവതിക്ക് വഴിപാടായി കാമ്പിത്താനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് മണികണ്ഠൻ്റെ കഴുത്തിൽ കയറി അപ്പോൾ തന്നെ സ്വദേശത്തേക്ക് മടങ്ങുകയും ചെയ്തു. ഗന്ധർവൻ ബാധിച്ച സ്ത്രീക്ക് ബാധ ഒഴിഞ്ഞതിന് ശേഷം 2-3 ദിവസത്തേക്ക് വലിയ ക്ഷീണമുണ്ടായിരുന്നു. ക്രമേണ അത് ഭേദമാകുകയും ആ സ്ത്രീ ഗർഭം ധരിച്ച് പ്രസവിച്ച് കാലക്രമേണ ആ ഗ്രഹത്തിൽ ധാരാളം സന്തതികൾ ഉണ്ടാവുകയും ചെയ്തു. നമ്പിയുടെ കാലം കഴിയുന്നതുവരെ ആ വീട്ടുകാർ അദ്ദേഹത്തെ ഈശ്വര നിർവേശവുമായി ബഹുമാനിച്ചുകൊണ്ടേയിരുന്നു. തേവല്ലശ്ശേരി നമ്പിയോട് മത്സരിച്ച് ജയിക്കുവാൻ അനേകം മന്ത്രവാദികൾ ഉദ്യമിച്ചിട്ടുണ്ട്. അവരെല്ലാം തോറ്റൊടുക്കം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി തീരുകയാണ് ചെയ്തിട്ടുള്ളത്. ആ വക കഥകളും നമ്പിയുടെ അത്ഭുത കർമ്മങ്ങളും പറഞ്ഞവസാനിപ്പിക്കാൻ ആരാലും കഴിയുന്നല്ല. അതിനാൽ അതിനായിട്ട് തുനിയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് ഈ ഉപന്യാസം നമുക്ക് പരിസമാപ്തിയിലെത്താം. ഒരിക്കലൊരു നമ്പൂരി ഉഷകാവാത്ത റാവുത്തറുടെ അടുക്കൽ ചെന്ന് ഒരു കാര്യം സാധിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിലേക്ക് ഉന്നത പ്രതിഫലം കിട്ടാമെന്ന് റാവുത്തർ പറഞ്ഞതിനെ നമ്പൂരി സമ്മതിക്കുകയും ചെയ്തു. എങ്കിലും റാവുത്തർ വളരെ ശ്രമിച്ചിട്ടും അത് സാധിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞില്ല. അതിനാൽ നമ്പൂരി ഇച്ഛാഭംഗത്തോടുകൂടി അവിടെ നിന്ന് പിരിയുകയും വിവരം തേവല്ലശ്ശേരി നമ്പിയെ അറിയിക്കുകയും നമ്പി പ്രതിഫല ഇച്ഛ കൂടാതെ കാര്യം നിഷ്പ്രയാസമായി നമ്പൂരിക്ക് പെട്ടെന്ന് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. റാവുത്തർ പൂർവ്വ വൈര്യം നിമിത്തം നമ്പൂരിയെ അകപ്പെടുത്തുവാനായി ചില ഗൂഢപ്രയോഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമ്പിയുടെ മുൻകാല കരുതൽ കൊണ്ടും അതൊന്നും ഫലിച്ചില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ സംഗതി ഉണ്ടായത്. ഇത് കേട്ടപ്പോൾ റാവുത്തർക്കുണ്ടായിരുന്ന വൈര്യം ശതഗുണീഭവിച്ചു. ഏതുവിധവും നമ്പിയെ താമസിയാതെ അപായപ്പെടുത്തണമെന്ന് അയാൾ അപ്പോൾ തീർച്ചപ്പെടുത്തുകയും അതിനൊരു ഉപായം കണ്ടുപിടിക്കുകയും അത് തയ്യാറാക്കി വെക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കുന്ന കാലത്ത് റാവുത്തറും പണ്ടത്തെ നമ്പൂരിയും തമ്മിൽ കാണുന്നതിനിടയായി. അപ്പോൾ പ്രസംഗവശാൽ നമ്പൂരി, റാവുത്തർ വിചാരിച്ചിട്ട് സാധിക്കാത്ത കാര്യം തേവല്ലശ്ശേരി നമ്പി എനിക്ക് സാധിപ്പിച്ച് തന്നു എന്ന് പറഞ്ഞു. റാവുത്തർ അത് മുമ്പേ തന്നെ അറിഞ്ഞിരുന്നുവെങ്കിലും അത് പറയാതെ ഭാവിക്കാതെ
അപ്പോൾ മാത്രമേ അറിഞ്ഞുള്ളൂ എന്നുള്ള ഭാവത്തിൽ അത്ഭുതവും സന്തോഷവും നടിച്ചുകൊണ്ട്, അതുവോ സന്തോഷമായി. തേവല്ലേശ്ശേരി നമ്പി സാമാന്യനല്ല. അദ്ദേഹത്തെ പോലെ സമർത്ഥനായിട്ടൊരു മന്ത്രവാദി ഇപ്പോൾ ഭൂലോകത്തിലില്ല. അവിടേക്ക് ആ കാര്യം സാധിപ്പിച്ചു തന്നതിൽ എനിക്കുള്ള അപാരമായ സന്തോഷത്തെ കണക്കുന്നതിനായി ഞാൻ തരുന്ന സമ്മാനം അവിടുന്ന് തന്നെ നമ്പിക്ക് കൊണ്ട് കൊടുത്താലും ഞാൻ തന്നയച്ചെന്ന് തന്നെ പറയാം. ഇത്രയും പറഞ്ഞ് അയാളുടെ കൈവിരലിന്മേൽ കിടന്നിരുന്ന ഒരു സ്വർണ്ണ മോതിരം ഊരി നമ്പൂരിയുടെ കയ്യിൽ കൊടുത്തു. നമ്പൂരി അതുകൊണ്ട് ചെന്ന് നമ്പിയുടെ കയ്യിൽ കൊടുത്തിട്ട്, എൻ്റെ കാര്യം സാധിപ്പിച്ച് തന്നതിൽ ഉഷക റാവുത്തർക്കുള്ള സന്തോഷത്തെ പ്രദർശിപ്പിക്കുവാനായി ഇനി റാവുത്തർ തന്നയച്ചതാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഇത് തന്നെ അകപ്പെടുത്തുവാനുള്ള വിദ്യയാണെന്ന് നമ്പിക്ക് മനസ്സിലായി. അത് കയ്യിൽ വാങ്ങിയപ്പോയതിനാൽ പിന്നെ പരിഹാരമൊന്നും ഇല്ലാതായി തീരുന്നതുകൊണ്ട് ഇത് ഈശ്വരവിധി തന്നെയെന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തി. എങ്കിലും തനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്നുള്ള വികാരം ഭാവിക്കുകയും പറയുകയും ചെയ്യാതെ അദ്ദേഹം ഒരു സന്തോഷഭാവത്തിൽ നമ്പൂരിയോട്, റാവുത്തറിൽ നിന്നൊരു സമ്മാനം കിട്ടിയാൻ ഇടയായതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിവിടെ കിട്ടിയ വിവരത്തിന് ഞാനൊരു എഴുത്തെഴുതാം, അതങ്ങനെ തന്നെ കൊണ്ടുചെന്ന് റാവുത്തർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്പി ഒരു ഓല കഷ്ണമെടുത്ത് അതിൽ, ഇതെന്തെങ്കിലും ഒരിക്കലും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഇതുവരെ കർമ്മവും കാലവും കൂടി ഒത്തുവന്നില്ല. ഇപ്പോൾ രണ്ടും ഒത്തു. ആട്ടെ, വിരോധമില്ല. എനിക്ക് 41 ആണെങ്കിൽ നിനക്ക് 12 എന്നെഴുതി നമ്പൂരിയുടെ കയ്യിൽ കൊടുത്തു. നമ്പൂരി അത് കൊണ്ടുചെന്ന് റാവുത്തർക്കും കൊടുത്തു. അതിൻ്റെ 12-ാം ദിവസം റാവുത്തറും മോതിരം കയ്യിൽ വാങ്ങിയതിൻ്റെ 41-ാം ദിവസം നമ്പിയും മരിച്ചു. അപ്പോൾ നമ്പിക്ക് പ്രായം 77 വയസ്സായിരുന്നു. അദ്ദേഹത്തോടു കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ വംശവും തീർന്നു എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 54 സമാപിച്ചിരിക്കുകയാണ്. ഇനി അധ്യായം 55 ചില ഈശ്വരന്മാരുടെ പിണക്കം തുടരും.